God is in our midst. കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. Welcome you all in the mighty and powerful name of Jesus. നിങ്ങളെ ഏവരെയും കർത്താവിന്റെ അതിമഹത്തായ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. Authority is greater than power. ശക്തിയെക്കാട്ടിലും വലുതാണ് അധികാരം. And he has given us his authority. ദൈവം തന്റെ അധികാരമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. Authority is delegated. അത് നൽകപ്പെട്ട അധികാരമാണ്. But power is a gift. എന്നാൽ ശക്തി അതൊരു ദാനമാണ്. He has empowered his church with for a great victory. വലിയ വിജയത്തിന് വേണ്ടിയാണ് ദൈവം തന്റെ സഭയെ അവരെ ശക്തീകരിച്ചിരിക്കുന്നത്. Authority rules over power. അധികാരം ശക്തിയുടെ മേൽ വാഴുന്നതാണ്. As his children, we are empowered, we are crowned with everything that heaven has. ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നിലയിൽ സ്വർഗ്ഗത്തിന് എന്തൊക്കെ അവകാശമായിട്ടുണ്ടോ അതൊക്കെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മളെ അങ്ങനെ ഒരു വാഴ്ചയിൽ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. God through his son has not withheld anything from us. ദൈവം തന്റെ പുത്രനിൽ കൂടി സകലതും നമുക്ക് നൽകിയിരിക്കുകയാണ്. ഒന്നും പിടിച്ചു വെച്ചിട്ടില്ല. What belongs to him he gave to his son, and through his son we have it. ദൈവം എന്തൊക്കെ തന്റെ പക്കലുണ്ടോ അതൊക്കെ തന്റെ പുത്രനാകുന്ന യേശുവിന് നൽകി. യേശു അതെല്ലാം നമുക്ക് നൽകുവാനായിട്ട് ഇടയായി. Authority and power. അധികാരവും ശക്തിയും. Church needs no more power. സഭയ്ക്കിനിയും ശക്തിയുടെ ആവശ്യമില്ല. Church has all the power. സഭയ്ക്ക് ശക്തി മുഴുവനുമുണ്ട്. All power. എല്ലാ ശക്തിയും സഭയുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. But the more we realize the authority that we have. എന്നാൽ എത്രത്തോളം നമുക്ക് നൽകപ്പെട്ട അധികാരത്തെക്കുറിച്ച് നാം തിരിച്ചറിവുണ്ടാകുന്നു, unlimited power will be unleashed. അസാധാരണമായ ശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടും. ആമേൻ. We limit ourselves to Lord heal me. പലപ്പോഴും നാം നമ്മെ തന്നെ പരിമിതപ്പെടുത്തുകയാണ്. കർത്താവ് എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ. We are blessed with 2 sons. ഞങ്ങൾക്ക് 2 മക്കളെ ദൈവം ദാനമായി നൽകി. The elder one when he was small. മൂത്ത ആള് അദ്ദേഹം ചെറുതായിരുന്നപ്പോൾ. Both of them are married and we have grandchildren. ഇന്ന് അവർ രണ്ടുപേരും വിവാഹിതരാണ്. ഞങ്ങൾക്ക് കൊച്ചുമക്കളുമുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. The elder one, it was very difficult to administer some medicine to him. പ്രത്യേകിച്ച് മൂത്ത മകൻ അദ്ദേഹം വളർന്നുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കുക വളരെ അസാധ്യമായിരുന്നു. When he was small and young. താൻ വളരെ ചെറുപ്പമായിരുന്ന സമയത്തെ കാര്യമാണ് ഈ പറയുന്നത്. You cannot take a medicine near him and make him take that cough syrup or something for his temperature. തനിക്ക് ഒരു പക്ഷേ പനി കൂടിയാലോ കഫ് സിറപ്പോ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ അടുക്കൽ പോലും കൊണ്ടു ചെല്ലാൻ കഴിയില്ല. My wife Shirley, she is here. എൻ്റെ ഭാര്യ ഷേർലി ഇവിടെയുണ്ട്. She is a nurse by profession. താൻ ഒരു നേഴ്സാണ്. She was working at that time. ആ സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. But our elder son was running very high fever. എന്നാൽ ഞങ്ങളുടെ മൂത്ത മകൻ ആ സമയത്ത് വളരെ കഠിനമായ പനിയായിരുന്നു. So I was thinking whether if I put a pot on his forehead it will boil. ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ മോന്റെ തലയിൽ അവന്റെ നെറ്റിയിൽ ഒരു പാത്രം വെച്ചാൽ അത് തിളയ്ക്കുവാനായിട്ട് ഇടയാകും. അത്രമാത്രം ചൂടായിരുന്നു. More than 103, more than 104. 103, 104 ഡിഗ്രിയൊക്കെ പനി വരുവാനായിട്ട് ഇടയായി. But then she was going for her night duty. എന്നാൽ നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി ഭാര്യ കടന്നു പോവുകയാണ്. I said, you are the only one having some medical knowledge. What will happen? ഞാൻ ചോദിച്ചു, ഇവിടെ കുറച്ചെങ്കിലും മെഡിക്കൽ അറിവുള്ളത് താങ്കളാണ്, എന്നാൽ എന്താ സംഭവിക്കുന്നത്? But you cannot make him drink even a few drops of paracetamol. ആ പാരസെറ്റമോളിന്റെ 1-2 തുള്ളി പോലും അവനെ ഒന്ന് കുടിപ്പിക്കാൻ പോലും കഴിയുന്നില്ല. No, whether he is sleeping or no, you cannot. You just cannot. അവൻ ഉറങ്ങിയാലും ഏത് വിധേനയും ഒരു രക്ഷയില്ല. And I said, what will I do? ഞാൻ ചോദിച്ചു, എന്താ ഞാൻ ഇനി ചെയ്യുക? She said, you pray. ഭാര്യ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കേ. I said, pray. ഞാൻ ചോദിച്ചു, പ്രാർത്ഥിക്കാനോ? Remember, I am pastoring. ഓർക്കണേ, ഞാനൊരു പാസ്റ്ററാണ്. And she went away. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ഭാര്യ അങ്ങ് പോയി. And that was like 9 o'clock in the evening. രാത്രി ഏതാണ്ട് ഒരു 9 മണി സമയമായിരുന്നു. 10, 11, 12, 1, I am praying. 10, 11, 12, 1 ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. She said, pray, I am praying. ഭാര്യ പറഞ്ഞു, പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു. Jesus said, pray, I am praying. യേശുവും പറഞ്ഞു, പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കുക. At 3:45. രാവിലെ 3:45. Till then no respite. അതിനിടയ്ക്ക് ഒരു മാറ്റവുമില്ല. High fever. പനി കൂടിക്കൊണ്ടിരിക്കുകയാണ്. And I am praying. ഞാൻ പ്രാർത്ഥിക്കുന്നു. I heard a voice inside. ഞാൻ എൻ്റെ അകത്ത് ഒരു ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായി.
3:45 a.m. രാവിലെ 3:45 സമയത്ത്. It has been 6 hours 45 minutes I am praying. ഏതാണ്ട് 6 മണിക്കൂർ 45 മിനിറ്റായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. He said, son, മകനെ, I will remove the sickness from the midst of you. നിന്റെ മധ്യത്തിൽ നിന്ന് ഈ രോഗത്തെ ഞാൻ എടുത്തു കളയുമെന്നൊരു ശബ്ദം. The moment I heard it, ഞാനത് കേട്ട മാത്രയിൽ തന്നെ I declared that word. ഞാൻ ആ വചനത്തെ പ്രഖ്യാപിക്കാൻ I തുടങ്ങി. shouted out that word. ഞാനത് ഉറക്കെ ഈ വചനം He said, പറയുകയാണ്. Lord, you have removed the sickness from the midst of me. കർത്താവേ, ഞങ്ങളുടെ മധ്യയിൽ നിന്ന് അങ്ങ് രോഗത്തെ എടുത്തു മാറ്റിയല്ലോ. Let me tell you, not even minute but seconds. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു മിനിറ്റ് പോലും എടുത്തില്ല, ഏതാനും നിമിഷങ്ങൾ മാത്രം. It was like somebody put ice on his forehead. അവന്റെ നെറ്റിയിൽ ആരോ ഐസ് വെച്ചതുപോലെ പെട്ടെന്ന് The സാഹചര്യം മാറി. child went to sleep. I also went to sleep. ആ കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങി, ഞാനും ഉറങ്ങിപ്പോയി. The word has authority. ദൈവത്തിന്റെ വചനത്തിന് അധികാരമുണ്ട്. But then you have to activate the word. എന്നാൽ ആ വചനത്തെ നാം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. You know there is electricity here. നമുക്കറിയാം ഇവിടെ വിദ്യുത് ശക്തിയുണ്ട്. Because you see some manifestations. കാരണം അത് വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. This light, this mic, everything is a medium to manifest the power of electricity by shining. ഈ ഇലക്ട്രിസിറ്റിയുടെ ഈ ശക്തിയെ ഈ ലൈറ്റും ഈ മൈക്കൊക്കെ പ്രതിഫലിപ്പിക്കുകയാണ്. അത് തെളിയുമ്പോൾ നമുക്കറിയാം വൈദ്യുതി ഉണ്ടെന്നുള്ളത്. We know because this microphone is taking and reaching out to you through the speakers. കാരണം ഈ മൈക്രോഫോൺ ഈ ശബ്ദത്തെ എടുത്തിട്ട് സ്പീക്കറിൽ കൂടി നിങ്ങളുടെ അടുക്കലേക്ക് ഈ ശബ്ദത്തെ പുറപ്പെടുവിക്കുന്നുണ്ട്. There is a power that is activated. ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് But how മനസ്സിലാക്കാൻ much കഴിയും. current, how much electricity in the wires, nothing would have happened here. ഇവിടെ എത്രത്തോളം വയറിനകത്ത് കറണ്ട് ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. Somebody came in. ആരോ ഒരാൾ മുമ്പേ വന്നു. Before we all came in, നമുക്ക് മുൻപേ ആരോ ഒരാൾ വന്നു. they put on, activated every switch that they wanted it to manifest. അവർക്ക് ഏതൊക്കെ സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കണമെന്നുണ്ടോ അതൊക്കെ പ്രവർത്തിപ്പിക്കാൻ അത് സ്വിച്ച് ഓൺ ചെയ്തു. The word of God in the mouth of He Himself and the same word in your mouth carries the same authority and power. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വായിലും അതേ ശക്തിയോടെ നമ്മുടെ വായിലും ഉണ്ടെന്ന് ഓർക്കുക. Hallelujah. ഹല്ലേലൂയ. It was the same word that said, let there be light. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ അതേ വചനമാണ്. It was the same word that said, you will not bear any fruit anymore. നീ ഇനി ഒരു ഫലം കായ്ക്കുകയില്ലെന്ന് പറഞ്ഞ അതേ വചനം. And when the next day in the morning, അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ the disciples were surprised. ആ ശിഷ്യന്മാർക്ക് വളരെയധികം ആശ്ചര്യം തോന്നി. He said, Lord, അയ്യോ കർത്താവേ, that tree that you spoke to has dried from the roots. അങ്ങ് ഇന്നലെ കൽപ്പിച്ച ആ വൃക്ഷം അതിന്റെ വേരോടെ ഉണങ്ങിപ്പോയല്ലോ. We would ask, പറഞ്ഞതോ? നമ്മൾ ചോദിച്ചതിന് അങ്ങ് പറഞ്ഞതോ? Man can listen, can tree listen? Can the tree hear the word of God? ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഈ ഒരു വൃക്ഷത്തിന് ദൈവത്തിന്റെ വചനം കേൾക്കാൻ കഴിയുമോ? Remember everything visible that is around us. ഒരു കാര്യം മനസ്സിലാക്കണമേ, നമ്മുടെ മുൻപിൽ ദൃശ്യമായിരിക്കുന്ന സകലതിനും Everything that came out at the word of the living God. ആ ജീവനുള്ള ദൈവത്തിന്റെ വാക്കിന് മുൻപാകെ സൃഷ്ടിയിലേക്കുണ്ട് ഉളവായ സകലതും They will respond to the voice and the word of the master. അത് ആ യജമാനന്റെ ശബ്ദത്തോട് പ്രതികരിച്ചേ മതിയാകൂ. So the word of God in his mouth, so is it in your mouth. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വായിൽ എങ്ങനെയായിരുന്നു അതേ ശക്തിയോടെ എൻ്റെ നിങ്ങളുടെയും വായിലുമായിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. When you as his son and daughter, ഞാനും നിങ്ങളും ദൈവത്തിന്റെ മകനും മകളുമായിരിക്കുമ്പോൾ, realizing the authority that you have as his son, അവന്റെ മകൻ എന്നുള്ള നിലയിൽ നമുക്ക് നൽകപ്പെട്ട അധികാരത്തെ നാം തിരിച്ചറിയുമ്പോൾ, when you speak that നാം word, സംസാരിക്കുമ്പോൾ, ആ വചനം സംസാരിക്കുമ്പോൾ they respond. അവിടെ പ്രതികരണം ഉണ്ടാവുകയാണ്. My friends, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, years before, like 26 years ago, 26 വർഷങ്ങൾക്ക് മുൻപ് my wife, after working as a nurse for 8 years, എൻ്റെ ഭാര്യ 8 വർഷം നഴ്സായിട്ട് ജോലി ചെയ്തതിനു ശേഷം one fine day she jumps and sits behind my scooter when I went to get her from the work. ഒരു ദിവസം ജോലി കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ പോയി ചാടി കയറി എൻ്റെ സ്കൂട്ടറിന്റെ പുറകിലിരുന്നു. Out of nowhere she is saying, I'm going to resign. എന്നിട്ട് പെട്ടെന്നൊരു നിമിഷം പറയുകയാണ്, ഞാൻ ജോലി നിർത്താൻ പോകുകയാ. We had nothing other than her salary. തന്റെ സാലറി അല്ലാതെ മറ്റൊരു ഉപജീവന മാർഗവും ഞങ്ങൾക്ക് അന്ന് She ഉണ്ടായിരുന്നില്ല. was a government nurse. It was nurse and it was enough for us. ഒരു ഗവൺമെന്റ് നഴ്സ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നു, അത് ആവശ്യത്തിലധികമായിരുന്നു. And I thought that I'm a champion of faith. ഞാൻ ചിന്തിച്ചു, ഞാൻ വിശ്വാസ വീരനാണ്.
I had left my business and everything, so I thought that I am a man of faith. ഞാൻ എൻ്റെ ബിസിനസ്സൊക്കെ വിട്ടിട്ടാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു ഞാനൊരു വിശ്വാസ വീരനാണ്. But let me tell you, the Lord will train you and empower you to the core. എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, കർത്താവ് നിങ്ങളെ ഏറ്റവും നന്നായി നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് നിങ്ങളെ അവൻ സജ്ജീകരിക്കാനായിട്ട് ഇടയാകും. It is out of weakness that the strength comes. നമ്മുടെ ബലഹീനതയുടെ മധ്യയാണ് ആ ശക്തി വെളിപ്പെട്ടു വരുന്നത്. Oh, at the point of your, the level of your weakness. എന്റെയും നിങ്ങളുടെ ബലഹീനതയുടെ ഏറ്റവും അടിത്തട്ട് കാണുന്ന ആ നിമിഷത്തിൽ ആ ശക്തി, it is at that moment his power is perfected. ആ ഇടത്തിലാണ് കർത്താവിന്റെ ആ ശക്തി നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നത്. Let me tell you, she jumped and sat behind and she said, I'm going to resign. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭാര്യ കടന്നു വന്നു, വാഹനത്തിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ ജോലി നിർത്താൻ പോവുകയാണ്. I said, what next? ഞാൻ ചോദിച്ചു, അടുത്ത എന്താ പരിപാടി? You know what she said? നിങ്ങൾക്കറിയാമോ എന്താണ് ഭാര്യ പറഞ്ഞതെന്ന്? Adventure. അഡ്വഞ്ചർ ആണ്. I said, adventure. ഞാൻ ചോദിച്ചു, അഡ്വഞ്ചറോ? Today I realize it is adventure. ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് ശരിക്കും അഡ്വഞ്ചർ, സാഹസമായിരുന്നു. It is fun serving the Lord Jesus Christ. യേശു കർത്താവിനെ സേവിക്കുന്നത് അത് വളരെ ആനന്ദകരമാണ്. Hallelujah. Hallelujah. It is adventure every day. അത് എല്ലാ ദിവസവും ഒരു സാഹസത്തിന്റെ യാത്രയാണ്. It is surprise and amazing every day. എല്ലാ ദിവസവും അത്ഭുതവാഹകമാണ്. My friend, he carries the burden. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ ഭാരങ്ങളെ വഹിച്ചുകൊള്ളും. He said, my yoke is light and easy. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു എന്ന് യേശു പറഞ്ഞു. But the secret is, എന്നാൽ രഹസ്യം ഇതാണ്, can two walk together until they agree? രണ്ടു പേർക്ക് യോജിക്കാതെ ഒരുമിച്ച് നടക്കുവാൻ കഴിയുമോ? What have we to agree with? എന്താണ്, എവിടെയാണ് നാം യോജിക്കേണ്ടത്? We have to agree as one with his word. അവന്റെ വചനവുമായിട്ടാണ് നമുക്ക് യോജിക്കേണ്ടത്. If you remember what I said in the morning, ഞാൻ നിങ്ങളോട് പകൽക്കാലം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, a child of God, ദൈവത്തിന്റെ ഒരു പൈതൽ, his very son and daughter, അവന്റെ മകനും മകളുമാണെങ്കിൽ, if we speak against the word of God and not our speech, our words, our talk is not aligned with his word, നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് അനുസൃതമായിട്ടല്ല സംസാരിക്കുന്നതെങ്കിൽ, the devil is so relaxed. ആ പിശാച് വളരെ സന്തോഷത്തോടെ He ആയിരിക്കും. doesn't have to attack. കാരണം അവൻ ഒന്നും നിങ്ങൾക്കെതിരെ ചെയ്യേണ്ട ആവശ്യമില്ല. Because we have taken over his job. കാരണം നമ്മളിപ്പോ പിശാചിന്റെ പണിയും കൂടി The ഏറ്റെടുത്തിരിക്കുകയാണ്. reason is, അതിന്റെ കാരണം ഇതാണ്, we have authority. നമുക്ക് അധികാരമുണ്ട്. He doesn't have authority. പിശാചിന് അധികാരമില്ല. We who have authority, അധികാരമുള്ള നാം, feeling what is happening in our feeling, നമ്മുടെ ചിന്തയിൽ എന്താണ് നടക്കുന്നെന്നുള്ള ആ തോന്നലിൽ, we say, ayyo vayya. നമ്മൾ പറയാം, അയ്യോ No, I cannot go on. അയ്യോ എനിക്ക് മുമ്പോട്ട് പോകാൻ I കഴിയില്ല, cannot. എനിക്ക് കഴിയില്ല. This is what it says. ഇതാണിത് പറയുന്നത്. Maybe this is the problem. പല രോഗങ്ങളും, and we start to speak against the word of God. നമ്മൾ ദൈവ വചനത്തിന് വിപരീതമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. Oh, now she is going to resign. അയ്യോ ഇപ്പോൾ ജോലി രാജിവെക്കാൻ പോകുകയാണല്ലോ. Now the rent is a problem. ഇപ്പോൾ വാടക വലിയൊരു പ്രശ്നമാണ്. Where will the milk come? എങ്ങനെയാണ് പാലിന്റെ കാര്യം, Oh, എങ്ങനെയാണ്? it is so difficult. അയ്യോ എല്ലാം വളരെ No, പ്രയാസകരമാണ്. everything is crashing. എല്ലാം Lord, how will I serve you? കർത്താവേ, ഞാൻ എങ്ങനെ അങ്ങേ How സേവിക്കുന്നത്? will things come? എങ്ങനെ കാര്യങ്ങൾ നടക്കും? No. ഇല്ല. Something happened. എന്തോ ഒന്ന് സംഭവിച്ചു. She came home വീട്ടിലേക്ക് വന്നു, and she fell asleep. എന്നിട്ട് വേഗത്തിൽ ഉറങ്ങാൻ തുടങ്ങി. I could not sleep. എനിക്ക് ഉറക്കം പോയി. But I was very smart. എന്നാൽ ഞാൻ വളരെ മിടുക്കനായിരുന്നു. In the morning, രാവിലെ I had the best smile on my face. എനിക്ക് മുഖത്തെ ഏറ്റവും നല്ല ചിരി ഞാൻ ധരിച്ചു. And said, duty po. ഞാൻ എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഡ്യൂട്ടിക്ക് പോ. And she went. എന്നിട്ട് ഭാര്യ പോയി. She came back. എന്നിട്ട് മടങ്ങി വന്നു. She slept, I didn't sleep. വീണ്ടും ഭാര്യ ഉറങ്ങി, ഞാൻ ഉറങ്ങിയില്ല. It went on for 5 days. ഇത് 5 ദിവസം ഇങ്ങനെ തന്നെ തുടർന്നു. 6th day, I was standing to meet a magistrate for a personal work. 6ാമത്തെ ദിവസം ഞാനൊരു മജിസ്ട്രേറ്റിനെ കാണാൻ വേണ്ടി, ഒരു വ്യക്തിപരമാകുന്ന ആവശ്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. Right in the front of his office. അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മുൻപിൽ തന്നെ നിൽക്കുകയാണ്. In that gallery. ആ ഗാലറിയിൽ നിൽക്കുകയാണ്. Lord, what will happen if she resigns? കർത്താവേ, ഭാര്യ രാജിവെച്ചാൽ എന്താ നടക്കാൻ പോകുന്നത്? Where will the milk come from? എങ്ങനെ പാലിന്റെ കാര്യം കർത്താവേ? What about the children? കർത്താവേ, കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും? Let me tell you, that
thing became a physical pain here, right here. നിങ്ങൾക്കറിയാമോ ഈ ഒരു വിഷയം എൻ്റെ ശരീരത്തിനകത്തൊരു വേദനയായി മാറി. I am speaking the truth. ഞാൻ നിങ്ങളോട് സത്യമാണ് പറയുന്നത്. My friends, my great achievements and the testimony of what God did raising the dead may not help you, but when strength flows through out of weakness, that will help you. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരുപക്ഷെ ഒരാളെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് കാര്യം ഞാൻ പറഞ്ഞാൽ അത് നിങ്ങളെ സഹായിക്കണമെന്നില്ല. എന്നാൽ ബലഹീനതയുടെ മധ്യത്തിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ ശക്തി പ്രവഹിച്ചതെന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ നിങ്ങളെ സഹായിച്ചേക്കാം. The mountain top experiences, you will clap and go. ആ പർവ്വത മുകളിലുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ കൈയടിച്ചിട്ട് വീട്ടിൽ പോകും. But then what about that journey from the valley? എന്നാൽ എങ്ങനെയാണ് ആ താഴ്വരയിൽ കൂടിയുള്ള യാത്ര എങ്ങനെയായിരുന്നു? This is what has helped me. ഇതാണ് എന്നെ സഹായിച്ചത്. And that is what helps you. അത് തന്നെ നിങ്ങളെയും ഇന്ന് സഹായിക്കാനായിട്ട് ഇടയാകും. 5 days I didn't sleep. 5 ദിവസം എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. How can I sleep? എനിക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും? It was that day I found no, that faith experience was only 50%. കാരണം അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ വിശ്വാസ അനുഭവം എന്ന് പറയുന്നത് വെറും 50% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Come on, I was the golden egg laying goose of my house. എൻ്റെ വീട്ടിലെ ഏറ്റവും നല്ല പൊന്മുട്ടയുടെ താറാവ് ഞാനായിരുന്നു. But I said one thing to the Lord. എന്നാൽ ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു. Lord, many people when their businesses are shattered and things happen, they come out for the ministry. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, പലരും അവരുടെ ബിസിനസ് ഒക്കെ തകരുമ്പോൾ അതൊക്കെ വിട്ടിട്ട് ഒരു സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാറുണ്ട്. Lord, I will leave if I leave at the top notch level of my business. കർത്താവേ, എന്നാൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ എൻ്റെ ബിസിനസിന്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ അത് വിട്ടിട്ട് ഞാൻ ഇറങ്ങും. And when I left and came out for the ministry, I had like 2 companies at that time. ഞാൻ എൻ്റെ ബിസിനസ് വിട്ടിട്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ അന്ന് എനിക്ക് സ്വന്തമായിട്ട് 2 ബിസിനസ് ഉണ്ടായിരുന്നു. And at his word I came out. ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടാണ് വേലയ്ക്ക് ഇറങ്ങിയത്. But then when she is resigning, you know what happened when she said I will resign? എന്നാൽ ഭാര്യ ജോലി രാജിവെക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാമോ എന്താ സംഭവിച്ചത്? Somehow the scooter did not fall. എന്തുകൊണ്ടോ ആ സ്കൂട്ടർ മറിഞ്ഞു വീണില്ല. We were on the scooter somehow. ഞങ്ങൾ എങ്ങനെയോ ആ സ്കൂട്ടറിന്റെ മുകളിൽ തന്നെ ഇരുന്നു. Somehow I made it to home. ഞാൻ എങ്ങനെയോ വീട് വരെ ഒന്ന് എത്തി. 6th day. 6ാമത്തെ ദിവസം. Physical pain coming. ശാരീരികമാകുന്ന വേദന. Let me tell you something. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. Grief kills. ഈ അതിദുഃഖം അത് മരണത്തിലാണ് കലാശിക്കുന്നത്. The enemy has no authority over you, no authority over your mind, nor on your body. ശത്രുവിന് നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ഒരവകാശവുമില്ലെന്ന് തിരിച്ചറിയുക. He cannot touch you. അവന് നിങ്ങളെ ഒരിക്കലും സ്പർശിക്കുവാൻ പോലും കഴിയില്ല. He is afraid of you. He flees when he see you. അവൻ നിങ്ങളെ ഭയമാണ്. നിങ്ങളെ കാണുമ്പോൾ അവൻ ഓടി ഒളിക്കുകയാണ്. Because you are the child and the son of the living God. കാരണം ജീവനുള്ള ദൈവത്തിന്റെ മകനാണ്, മകളാണ് The നിങ്ങൾ. purchase of his blood. അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ. 1 Peter 2:9 says, 1 പത്രോസ് 2:9 ഇങ്ങനെ പറയുന്നു, you are a chosen generation. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. What? എന്താ? Chosen people. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജാതിയാണ്. Which translation is that, like, you know? Can you put NASB. maybe? This is NASB. No, please put NKJV or something, please. You are a chosen generation. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. You are chosen. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. Somebody chose you who is at the highest, no one higher than him. ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അവനെക്കാട്ടിലും ഉന്നതിയിൽ വേറെ ആരുമില്ല. The highest in heaven. സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതൻ. The highest on earth. ഭൂമിയിലെ ഏറ്റവും ഉന്നതൻ. The highest below the earth. ഭൂമിക്കടിയിലുള്ള ഏറ്റവും ഉന്നതൻ. He has chosen you. അവനാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. He is the one who has chosen you. അവനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. Can anybody challenge the one who has chosen you? നിങ്ങളെ തിരഞ്ഞെടുത്തവനെ വേറെ ആർക്കെങ്കിലും വെല്ലുവിളിക്കാൻ കഴിയുമോ? Oh, come on. No way. ഇല്ല, ഒരിക്കലുമില്ല. No way. ഒരിക്കലുമില്ല. Who touches the king's son? ആരാണ് രാജാവിന്റെ മകനെ തൊടുന്നത്? Who touches the president's son? ആരാണ് ആ പ്രസിഡന്റിന്റെ മകനെ തൊടാൻ If ധൈര്യപ്പെടുന്നത്? on the face of this earth, ഈ ഭൂമുഖത്ത് പോലും ഒരുത്തനും ധൈര്യപ്പെടില്ല. no one will dare to touch the son of the president. പ്രസിഡന്റിന്റെ മകനെ തൊടാൻ
തൊടാൻ ഒരുവനും ഈ ഭൂമുഖത്ത് തയ്യാറാകാത്തപ്പോൾ, even on a road, people will give way. റോഡിൽ പോലും ആളുകൾ വഴി ഒഴിഞ്ഞു കൊടുക്കുവാനായിട്ട് ഇടയാകും. Authority need not shout. അധികാരം അത് അത്യുച്ചത്തിൽ ആർക്കേണ്ട ആവശ്യമില്ല. Authority acts. അധികാരം പ്രവർത്തിക്കുകയാണ്. It has an air of authority. അതിന് പ്രത്യേക ഒരു അധികാരം There തന്നെയുണ്ട്. is something that you carry. നിങ്ങൾ വഹിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. You are chosen by someone who is on the highest. ഏറ്റവും ഔന്നത്യത്തിൽ ഇരിക്കുന്ന ഉന്നതനായ ഒരുവനാണ് No നിങ്ങളെ one തിരഞ്ഞെടുത്തത്. can touch you. ആർക്കും നിങ്ങളെ തൊടാൻ കഴിയില്ല. No one can touch your children. ആർക്കും നിങ്ങളുടെ മക്കളെ തൊടാൻ പോലും കഴിയില്ല. No one can touch your job. ആർക്കും നിങ്ങളുടെ ജോലിയെ തൊടാൻ കഴിയില്ല. No one can touch your house. നിങ്ങളുടെ ഭവനത്തെ ആർക്കും തൊടാൻ കഴിയില്ല. No one can touch your property. നിങ്ങളുടെ വസ്തുവിനെ ആർക്കും തൊടാൻ കഴിയില്ല. Do you know who watches over you? നിങ്ങൾക്കറിയാമോ ആരാണ് നിങ്ങളെ കാക്കുന്നതെന്ന്? Hallelujah. ഹല്ലേലൂയ. We think on the face of this earth, the orphan and the destitutes who are, the widows are the weakest. നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ ഭൂമുഖത്ത് അനാഥരും വിധവമാരും ഏറ്റവും ബലഹീനരാണെന്ന്. Come on, can you read Proverbs chapter 23 verse 10 and 11? സദൃശവാക്യം 23 അതിന്റെ 10-11 വാക്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. It says, അതിങ്ങനെ പറയുന്നു, do not enter the field of the fatherless. നിങ്ങൾ പിതാവില്ലാത്തവന്റെ വസ്തുവിൽ പ്രവേശിക്കുക പോലും അരുത്. The one who has chosen you. നിങ്ങളെ തിരഞ്ഞെടുത്തവൻ. The one who has chosen you. നിങ്ങളെ തിരഞ്ഞെടുത്തവൻ. Even while your support, your roof, everything blows off. നിങ്ങളുടെ മുകളിലുള്ള മേൽക്കൂര അത് പറന്നു പോയാൽ പോലും The one who stands over you. നിങ്ങളെ കാക്കുന്ന The കർത്താവുണ്ടല്ലോ, one who has chosen you നിങ്ങളെ തിരഞ്ഞെടുത്ത അതേ കർത്താവ് is warning the earth and everyone around. അവൻ ഭൂമിയിലുള്ള സകലർക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. Do not enter the fields of the fatherless. അനാഥരുടെ അവകാശത്തിലേക്ക് പ്രവേശിക്കുക പോലും He അരുത്. is a father to the fatherless അവൻ അനാഥർക്ക് പിതാവാണെന്ന് അവൻ ഉറപ്പ് കൊടുക്കുകയാണ്. and a defender of the widows. അവൻ വിധവമാരെ പരിപാലിച്ചു He watches over your life. അവൻ നിന്റെ ജീവിതത്തെ The കാക്കുന്നവനാണ്. 11th verse. അതിന്റെ 11ാമത്തെ വാക്യം, അവരുടെ പ്രതികാരകൻ ബലവാനല്ലോ, Oh, come on. അവർക്ക് നിന്നോടുള്ള വ്യവഹാരം Come on. അവൻ നടത്തും. ഹല്ലേലൂയ, Oh, come on. ഹല്ലേലൂയ. He's saying, don't come and have anything to do. हिंदी में बोले तो भैया मेरे से पंगा मत लेना. വന്നോ, ഒരു പരിപാടി നടക്കത്തില്ല. Yeah. Who will want to go and poke the father, ആ അപ്പനെ ആർക്കാ പോയെന്ന് തോണ്ടി നോക്കേണ്ടത്? the creator of the universe? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ പിതാവ്. Only then you will get into the field of the fatherless. അങ്ങനെങ്കിൽ മാത്രമേ ആ അനാഥന്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ പോലും If കഴിയൂ. that is the least privileged on the face of this earth, ഈ ഭൂമുഖത്തുള്ള ഏറ്റവും ചെറിയ അവകാശം അതാണെങ്കിൽ how much blessed you are. എത്ര അധികം നമ്മൾ You അനുഗ്രഹിക്കപ്പെട്ടവരാണ്. don't have to care for anything. ഒന്നിനെ കുറിച്ച് നാം വിചാരപ്പെടേണ്ട He ആവശ്യമില്ല. said, cast your burden upon the Lord. കർത്താവ് പറയുക, നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ ഭരമേൽപ്പിക്കുക. He said what? എന്താ? He said, you are the righteous and he will sustain you. നിങ്ങൾ നീതിയുള്ളവരെ, അവൻ നിങ്ങളെ പരിപാലിച്ചു കൊള്ളും. And he says he will not permit the righteous to be shaken. അവൻ പറയുകയാണ്, നീതിമാൻ കുലുങ്ങി പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. Even for the fatherless he stands up to vouch. അനാഥന് വേണ്ടി പോലും കർത്താവ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. The one who has chosen you നിങ്ങളെ is തെരഞ്ഞെടുത്ത mighty. യഹോവയുണ്ടല്ലോ, അവൻ ഉന്നതനാണ്. You can walk carefree. നിങ്ങൾക്ക് ധൈര്യത്തോടെ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടാതെ The നടക്കാം. enemy has no authority over you. ശത്രുവിന് നിങ്ങളുടെ മേൽ ഒരു അധികാരവുമില്ല. It is he who flees when you see. നിങ്ങളെ കാണുമ്പോൾ അവനാണ്, ശത്രുവാണ് ഓടി When he ഒളിക്കുന്നത്. sees you, he flees. അവൻ നിങ്ങളെ കാണുമ്പോൾ ഓടി ഒളിക്കുവാൻ ഇടയാകും. Hallelujah. ഹല്ലേലൂയ. You are the one having the authority. നിങ്ങളാണ് അധികാരമുള്ളവർ. I shared a small example in the morning. ഞാൻ പകൽക്കാലം ഒരു ചെറിയ ഉദാഹരണം നൽകുവാനിടയായി. Only do not agree with anything of the enemy. ഈ ശത്രുവിന്റെ ഒന്നിനോട് നിങ്ങൾ യോജിക്കുവാനിടയാകല്ല. I said I had put a mark, a time limit for something, and I was praying. I didn't pray much. ഞാൻ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ അധികം It പ്രാർത്ഥിച്ചില്ല, was something to പ്രാർത്ഥിക്കുകയായിരുന്നു. do in the family. അത് കുടുംബത്തെ സംബന്ധിച്ച ചെറിയൊരു കാര്യമായിരുന്നു. You know, it is like any other family. നിങ്ങൾക്ക് മറ്റെല്ലാ കുടുംബങ്ങളിലും ഉള്ളതുപോലെ You look for matches for your children. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ തക്കതായ ഒരു തുണയാളിയെ നോക്കും. And as a father, I have authority over our son. ഒരു പിതാവ് എന്നുള്ള നിലയിൽ എൻ്റെ മകന്റെ മേൽ എനിക്കൊരു I said, അധികാരമുണ്ട്. before the next
birthday, ഞാനിങ്ങനെ പറഞ്ഞു, അടുത്ത വർഷത്തെ ബർത്ത്ഡേക്ക് മുൻപ് he will have a marriage. അവന് വിവാഹം നടക്കുവാനായിട്ടിടയാകും. But almost a year passed. എന്നാൽ ഏതാണ്ട് ഒരു വർഷത്തോളം കഴിഞ്ഞുപോയി. Just a week before that. ഒറ്റൊരാഴ്ച കൂടി അവശേഷിക്കുന്ന സമയം. See the trick of the enemy? ആ ശത്രുവിന്റെ തന്ത്രമൊന്ന് നോക്കണമേ. This thought is coming. ഈ ചിന്ത വരികയാ. It is almost the time that the timeline is going to, നീ പറഞ്ഞ ആ സമയം ഏതാണ്ട് തീരാറായി. nothing happens. ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ. Not even a leaf is moving. ഒരു ചെറിയ ഇല പോലും അനങ്ങുന്നില്ല. You know what happened? I told you in the morning. ഞാൻ നിങ്ങളോട് പകൽക്കാലം പറയുവാനായിട്ടിടയായി എന്താ സംഭവിച്ചതെന്ന്. I only laughed. ഞാൻ ചിരിക്കുക മാത്രമാ ചെയ്തത്. You know why? നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടെന്ന്? When the greatest problem come before you. നിങ്ങളുടെ മുൻപാകെ ഏറ്റവും വലിയ പ്രശ്നം വരുമ്പോൾ. When does it come? നിങ്ങൾക്കറിയാമോ അത് എപ്പോഴാ വരുന്നതെന്ന്? You are just at the threshold of your great opening. നിങ്ങളുടെ ഏറ്റവും വലിയ വിടുതലിന്റെ പടിവാതിൽക്കൽ നിങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ്. The answer is at your door. നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. And he wants you to get into a doubt. നിങ്ങൾ ആ സമയത്ത് ഒരു സംശയത്തിലേക്ക് പോകണമെന്നാണ് പിശാച് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. And to be grieved. എന്നിട്ട് നിങ്ങൾ അതിദുഃഖത്തിലാകണം. And in that environment, ആ സാഹചര്യത്തിൽ say something negative, നിങ്ങൾ എന്തെങ്കിലും മോശമായി പറയണം, which is against your proclamation. അത് നിങ്ങളുടെ ആ വിശ്വാസ പ്രഖ്യാപനത്തിന് എതിരായിരിക്കണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നു. He comes to steal, അവൻ വരുന്നത് മോഷ്ടിക്കാനാണ്, to kill and to destroy. അവൻ നശിപ്പിക്കുവാനായിട്ടാണ്, എല്ലാം നശിപ്പിക്കുവാൻ. But let me tell you, എന്നാൽ ഒരു കാര്യം ഞാൻ he ഓർപ്പിക്കട്ടെ, uses our mouth for that. അവൻ നമ്മുടെ വായയാണ് അതിനു വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. Come on, tell somebody, no way. നിങ്ങൾ ആരെങ്കിലും നോക്കി പറഞ്ഞാട്ട് അത് ഒരിക്കലും നടക്കില്ല. I have the blood of Jesus. എനിക്ക് യേശുവിന്റെ രക്തം എന്റെ I മേലുണ്ട്. have the word of the living എനിക്ക് God. ജീവനുള്ള ദൈവത്തിന്റെ വചനം എന്റെ I have പക്കലുണ്ട്. the spoken word, the Rhema. കർത്താവ് എനിക്ക് വേണ്ടി സംസാരിച്ച ആ പ്രഖ്യാപിക്കപ്പെട്ട Hallelujah. വചനമുണ്ട്. റേമാ. Amen. Amen. And I will, through the spoken word, ഞാൻ ആ പറയപ്പെട്ട വചനം തന്നെ ഉച്ചരിക്കും. establish everything. അത് സകലത്തെയും The സ്ഥാപിക്കുവാനായിട്ടിടയാകും. gates have to lift up their heads. എല്ലാ വാതിലുകളും അതിന്റെ തലകൾ ഉയർത്തിയേ The മതിയാകും. doors have to open. വാതിലുകൾ എന്റെ മുൻപേ സ്വതവേ തുറക്കുവാനായിട്ടിടയാകും. Do you think the Father is shutting doors for you? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ മുൻപാകെ വാതിലുകൾ കൊട്ടി അടയ്ക്കുകയാണ്? Every door is open for your generation. എല്ലാ വാതിലുകളും നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി തുറന്നിരിക്കപ്പെട്ടുകയാണ്. But it is for me to enter the gates. എന്നാൽ എന്നെ ദൈവം കണ്ടിരിക്കുന്നത് But ആ how- വാതിൽ കൂടി How will കടക്കുവാനാണ്. I enter through the gates? ഞാൻ എങ്ങനെയാണ് ഈ വാതിൽ കൂടി കടക്കുന്നത്? How? എങ്ങനെയാ? I will enter his gates with thanksgiving in my heart. I will enter his courts with praise. Oh, come on. I will say this is the day that the Lord has. I will rejoice for he has made me glad. But I was crying. ഞാൻ കരയുകയായിരുന്നു. But on the 6th day, എന്നാൽ 6-ാം ദിവസം when this physical pain came, ഈ ശാരീരികമായ വേദന വന്നപ്പോൾ Holy Spirit, പരിശുദ്ധാത്മാവ്, thank God for Holy Spirit. പരിശുദ്ധാത്മാവിനായി നന്ദി. Jesus said he is alone Parakletos, യേശു പറഞ്ഞു അവൻ പാരാക്ലീറ്റോസ് ആണ്, the one who will always be with you. നിങ്ങളോട് കൂടെ സദാകാലവും അവൻ And ഉണ്ടായിരിക്കും. he is just like me. അവൻ എന്നെ പോലെ ഒരുവൻ മറ്റൊരുവനാണ്. Oh, this is what I heard from within. ഇതാണ് ഞാൻ എൻ്റെ ഉള്ളിൽ കേൾക്കുവാനായിട്ടിടയായത്. Son, മകനേ, I am crying for 5 days. ഞാൻ 5 ദിവസമായി കരയുകയാണ്. What will I do? ഞാൻ എന്ത് ചെയ്യും? He said, son, മകനേ, you will not see wind nor rain, but the ditches shall be full of water. മകനേ, നീ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എന്നാൽ ആ കുഴിയിൽ മുഴുവൻ വെള്ളം കൊണ്ട് മൂടുവാനായിട്ടിടയാകും. Hallelujah. ഹല്ലേലൂയ. Standing in that gallery, അന്ന് ഞാൻ ആ ഗാലറിയിൽ നിന്നുകൊണ്ട്, when the peon came to call me, sir is calling you, please come, ആ മജിസ്ട്രേറ്റ് എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വന്ന് പറയാൻ പിയൂൺ കടന്നു വന്നപ്പോൾ I was shouting out, ഞാൻ അവിടെ ഉച്ചത്തിൽ Lord, I ആർക്കുകയാണ്. will not see wind nor rain, but the ditches shall be full of water. കർത്താവേ, ഞാൻ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എന്നാൽ ആ കുഴികൾ വെള്ളം കൊണ്ട് മൂടുമെന്ന് ഞാൻ I ആർക്കുവാനായിട്ട്. will lack nothing that is good. കർത്താവേ, നന്മയായത് ഒന്നും ഞാൻ എന്റെ I ജീവിതത്തിൽ will മുടക്കുകയില്ല. have more than enough. എന്റെ ആവശ്യത്തിനേക്കാൾ അധികം എനിക്കുണ്ടാകും. My generations will have more than enough. എന്റെ തലമുറകൾക്ക് ആവശ്യത്തിലും അധികം I will ഉണ്ടാകും. have nothing to do with lack. എനിക്ക് ഒരിക്കലും ഒന്നിനും മുട്ടുണ്ടാവുകയില്ല. Before the need comes, the supply will come. എന്റെ ആവശ്യം കടന്നു
വരുന്നതിന് മുന്നമേ എനിക്ക് വേണ്ടി നൽകപ്പെടുവാൻ ദൈവം മതിയായവനാണ്. Hallelujah. Hallelujah. And this man is saying, "Sir bula raha hai, aa jao." He's calling you. ഈ പയ്യൻ ഈ പ്യൂൺ വന്നിട്ട് വിളിക്കുകയാണ്, സാറിനെ വിളിക്കുന്നു, വേഗം വന്നാട്ടെ. I said, "You go, man." ഞാൻ പറഞ്ഞു, താങ്കൾ പൊയ്ക്കോളൂ. I went home and she was home. I said, "Shirley, you resign." ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ ഷേർലി ഉണ്ട്. ഷേർലിയോട് പറഞ്ഞു, റിസൈൻ ചെയ്തോ. Very judiciously. വളരെ ശ്രദ്ധയോടെ Next day, അടുത്ത ദിവസം she went to resign. ചെന്ന് റിസൈൻ ചെയ്തു. This was 30th June 1999. 1999 30 ജൂണിലാണ് ഇത് സംഭവിച്ചത്. 1st July 1999, she went to resign. ജൂൺ 1-ാം തീയതി ചെന്ന് റിസൈൻ ചെയ്തു. But they sent her back. എന്നാൽ അവർ മടക്കി അയച്ചു. Bring your husband tomorrow. അവർ ചെന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവാ. I went the next day. ഞാൻ പിറ്റേ ദിവസം കൂടെ പോയി. They lectured for 45 minutes, don't resign. അവർ 45 മിനിറ്റ് ഞങ്ങൾക്ക് ലെക്ചർ തന്നു, ദയവായിട്ട് രാജിവെക്കരുത്. I said, somehow if they can receive the resignation. ഞാൻ ചിന്തിക്കരുത്, ഇവരെങ്ങനെങ്കിലും രാജിക്കത്തൊന്ന് വാങ്ങിച്ചായിരുന്നെങ്കിൽ. What did I have? Somebody deposited 1 crore in my bank. ആരെങ്കിലും എന്റെ ബാങ്കിൽ 1 കോടി രൂപ നിക്ഷേപിച്ചിട്ടാണോ ഞാനത് ചെയ്യാൻ പോയത്? Nothing physical changed. ഇല്ല, ബാഹ്യമായിട്ട് ഒരു മാറ്റവും ഉണ്ടായില്ല. In 3 days she will resign. 3 ദിവസം കഴിഞ്ഞാൽ റിസൈൻ ചെയ്യും. What will he have? എന്തുണ്ടാകും? Did any situation change? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മാറ്റമുണ്ടായോ? No. ഇല്ല. But I have a word from heaven. എന്നാൽ എനിക്ക് സ്വർഗത്തിൽ നിന്നൊരു വചനം ലഭിക്കുവാനായിട്ടിടയായി. That power ആ ശക്തി of the word, അത് വചനത്തിന്റെ ശക്തിയാണ്. when is proclaimed, അത് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ, when it is spoken, അത് പറയപ്പെട്ടപ്പോൾ it will come to pass. അത് തീർച്ചയായും സംഭവ്യമായി തീരും. How many of you know that it says that, the double-edged sword? നിങ്ങൾ എത്ര പേരൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഇരുവായത്തിലുള്ള വാളാണ് വചനമെന്ന്? Hebrews 4:12. എബ്രായ ലേഖനം 4:12. Come on, can you read it out? Quick. Come on. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും Yes. പ്രാണനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുന്നതുമാകുന്നു. My friends, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, when you go home, നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ read this word by the help of the Holy Spirit slowly. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഈ വചനം നിങ്ങൾ വളരെ ശാന്തമായി വായിക്കുവിൻ. For the word of God. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിനു വേണ്ടി. See the beauty. For the word of God. ദൈവത്തിന്റെ വചനത്തിനു വേണ്ടി. There is no ifs and buts. അവിടെ ഇഫ് എന്നും ബട്ടൊന്നും ഇല്ല. For പക്ഷേ the word ഒന്നുമില്ല. of God is what? എന്താണ് ദൈവത്തിന്റെ വചനം? Living. അത് ജീവനുള്ളതാണ്. Halomanao. It's like, when Jesus said, I will give you living water. ജീവനുള്ള ജലം ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് യേശു പറഞ്ഞതുപോലെ. Maybe my friends from Israel know. ഒരുപക്ഷെ എൻ്റെ ഇസ്രായേലിൽ നിന്നുള്ള സുഹൃത്തുക്കൾക്ക് ഇത് അറിയാമായിരിക്കും. I'm surprised. How would I call you friends? We just met. This is what the blood of Jesus does. ഇത് കർത്താവിന്റെ രക്തം ചെയ്യുന്നതാണ്. നമ്മളിപ്പം പരിചയപ്പെട്ടതേ ഉള്ളൂ കുറച്ചു മുൻപ്. That bonds us together. അതാണ് നമ്മളെ ഐക്യപ്പെടുത്തുന്നത്. Hallelujah. Jesus said living water. യേശു പറഞ്ഞു ജീവന്റെ ജലം. But water is a substance. ആ വെള്ളം അതൊരു വസ്തുവാണ്. It's not living. അതിന് ജീവനില്ല. But Jesus said, എന്നാൽ യേശു പറഞ്ഞു, I have some water with me. എൻ്റെ പക്കൽ ഒരു ജലമുണ്ട്. That will start jumping like a calf. അത് ഒരു കിടാവ്, ഒരു പശുക്കിടാവ് ചാടുന്ന പോലെ തുള്ളിച്ചാടുവാൻ തുടങ്ങും. It is full of life. അത് ജീവൻ കൊണ്ട് തുടിക്കുന്ന വെള്ളമാണ്. That Samaritan woman, ആ ശമരിയക്കാരി സ്ത്രീ, about whom the history says her name was Photini. ചരിത്രം പറയുന്നത് അവളുടെ പേര് ഫോർട്ടിനി എന്നാണ്. She became to be an apostle. അവൾ ഒരു അപ്പോസ്തലയായി മാറാനിടയായി. And she was martyred for God. അവൾ കർത്താവിന് വേണ്ടി തന്റെ ജീവൻ തൃണവൽക്കരിക്കാനിടയായി. Hallelujah. Hallelujah. One encounter with Jesus. യേശുവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ. Realizing the authority. അവൾ തിരിച്ചറിയാനായിട്ടിടയായി തീർന്നു അധികാരം എന്താണ്. Over power. അവളുടെ ശക്തി അവൾ വെളിപ്പെട്ടു. No wonder she left the picture. അവളത് കേട്ടപ്പോൾ അവളുടെ കുടം പോലും വലിച്ചെറിഞ്ഞിട്ടോടി. She no more needed that. അവൾക്ക് ആ കുടത്തിന്റെ ആവശ്യം ഇനിമേലില്ല. The moment she realized that this is the Messiah. ഇത് മശിഹയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞ ആ മാത്രയിൽ And it is the Son of God. ഇത് ദൈവത്തിന്റെ പുത്രനാണെന്ന് മനസ്സിലാക്കി. No more you will thirst. ഇനി ഒരിക്കലും നിനക്ക് ദാഹിക്കുകയില്ല. She was working on a different principle. അവൾ മറ്റൊരു തത്വത്തിൽ അടിസ്ഥാനപ്പെട്ട് That principle that belonged to a different realm.
realm. അത് മറ്റൊരു തലത്തിൽ പ്രവർത്തിക്കുന്ന തത്വമാണ്. But the moment when she heard, എന്നാൽ അവൾ കേട്ട മാത്രയിൽ I am he, ഞാനാകുന്നു, she stepped into a different principle, അവൾ മറ്റൊരു തത്വത്തിലേക്ക് കയറുകയാണ്. a different law that operates in the supernatural. അസാധാരണമാകുന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സത്യത്തിലേക്ക് അവൾ She കയറുകയായിരുന്നു. never came back to take that picture up. അവള് പിന്നെ ഒരിക്കലും ആ കുടം വന്ന് എടുക്കുവാനായിട്ടിടയായില്ല. Faith without works is dead. പ്രവൃത്തി കൂടാത്ത വിശ്വാസം അത് ചത്തതാണ്. Hallelujah. ഹല്ലേലൂയ. She experienced Jesus. അവൾ യേശുവിനെ അനുഭവിച്ചറിയുവാനായിട്ടിടയായി. In few minutes, കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ the entire city came. ആ പട്ടണം മുഴുവനും വരുവാനായിട്ടിടയായി. That is what transformation brings. അതാണ് യഥാർത്ഥ രൂപാന്തരത്തിന്റെ അടയാളം. എങ്ങനെ? For the word of God is living ദൈവത്തിന്റെ വചനം അത് ജീവനുള്ളതാണ്, and powerful. അത് ശക്തിമത്താണ്. Now listen. ഇനി ശ്രദ്ധിച്ചാലും And sharper than any two-edged sword. അത് ഏത് ഇരുവായ്ത്തരയുള്ള വാളിനെക്കാട്ടിലും മൂർച്ചയേറിയതാണ്. Sharper than any two-edged sword. ഏത് മൂർച്ചയുള്ള ഇരുവായ്ത്തരയുള്ള വാളിനെക്കാട്ടിലും Sharper than മൂർച്ചയുള്ളതാണ്. any two-edged sword. ഏത് ഇരുവായ്ത്തരയുള്ള വാളിനെക്കാട്ടിലും To മൂർച്ചയേറിയതാണ്. the function അതിനൊരു പ്രവൃത്തിയുണ്ട്. of separating soul and spirit. ആ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ പ്രാണനെയും ആത്മാവിനെയും വേർതിരിക്കുന്നതാണ്. The entrance of that word, ആ വചനം കയറുമ്പോൾ it gives light. അത് വെളിച്ചം നൽകുന്നു. It gives understanding to the simple. അത് ലളിതമായ ആളുകൾക്ക് തിരിച്ചറിവ് നൽകുകയാണ്. When that spoken word ആ സംസാരിക്കപ്പെട്ട വചനം entered me, എന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ it distanced the spirit from the soul. അത് ആ പ്രാണനെയും എന്റെ ആത്മാവിനെയും വേർതിരിക്കാനായിട്ടിടയായി. It separated my soul from the spirit. എന്റെ ആത്മാവിൽ നിന്ന് എന്റെ പ്രാണനെ അത് വേർതിരിച്ചു. All the three faculties of my soul realm, എന്റെ പ്രാണന്റെ മൂന്ന് തലങ്ങളും, my willpower, എന്റെ വിൽ പവർ, my intelligence, എന്റെ അറിവ്, and the faculty of emotion. അത് മാത്രമല്ല എന്റെ വൈകാരികതയുടെ തലവും, That voice was silenced. ഇതൊക്കെ ആ ശബ്ദങ്ങളൊക്കെ അതിനെ ശാന്തമാക്കാനായിട്ടിടയായി. Earlier it was joined together. മുൻപ് ഇതെല്ലാം കൂടി പിണഞ്ഞു Come on, listen കിടക്കുകയായിരുന്നു. to me very carefully. ഇനി എന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. I am a technical person. I have understood things in a very technical and a practical way. ഞാനൊരു ടെക്നിക്കൽ വ്യക്തിയാണ്. ഞാൻ അങ്ങനെയാണ് കാര്യങ്ങളെ It മനസ്സിലാക്കിയിട്ടുള്ളത്. was joined together. ഇതെല്ലാം കൂടി ചേർന്നിരിക്കുകയാണ്. Before a sinner comes to the Lord, ഒരു പാപി യേശുവിന്റെ അടുക്കൽ വരുന്നതിന് മുന്നമേ everything what he thinks is right. അവൻ ചിന്തിക്കുന്നതെല്ലാം ശരിയാണ്. And he has been thinking and he has been speaking അവൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു, അവൻ എപ്പോഴും based പറഞ്ഞുകൊണ്ടേയിരുന്നു. on a different law and a different realm. അവനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മറ്റൊരു തലമാണ്, മറ്റൊരു തത്വമാണ്. Maybe stealing was his profession. ഒരുപക്ഷെ അവന്റെ ജോലി തന്നെ Maybe കവർച്ചക്കാരനായിരുന്നു. cheating was his expertise. ഒരുപക്ഷെ അവന്റെ കഴിവെന്ന് പറയുന്നത് മറ്റുള്ളവരെ വഞ്ചിക്കുന്നതാണ്. This business was passed on from the fourth generation, for his parents and grandparents. അവൻ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് തന്നെ അവന്റെ മാതാപിതാക്കളിൽ നിന്ന് അവന് അവകാശമായി കിട്ടിയതാണ്. If our brother Libo will go, no, stealing is sin. ബ്രദർ ലിബു എന്നിട്ട് പറയുകയാണ്, മോഷ്ടിക്കുന്ന പാപമാണെന്ന് You പറഞ്ഞാൽ will go to hell. നീ നരകത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ He will look at his face, from where the madman has come. മുഖത്ത് നോക്കി അയാൾ ഒരു പക്ഷെ ചോദിച്ചേക്ക, ഈ ഭ്രാന്തൻ എവിടെ നിന്ന് വന്നു? 4 generations. 4 തലമുറകളെ ഞങ്ങൾ ഇത് ചെയ്യുകയാണ്. This is our business. ഇതാണ് ഞങ്ങളുടെ ജോലി. This is what we worship. ഞങ്ങൾ ഇതൊക്കെയാണ് ആരാധിക്കുന്നത്. There is a group of people, അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്. not only stealing, അവര് മോഷ്ടിക്കുന്ന a very മാത്രമല്ല, particular tribe. പ്രത്യേകിച്ച് ഒരു ഗോത്ര വിഭാഗം. They have a crowbar like instrument, like 2-inch thick, and it is just a rod 2 feet long. അങ്ങനെ 2 അടി നീളമുള്ള ഒരു വളഞ്ഞ ഒരു കമ്പി കസ്റ്റമറുടെ പക്കലുണ്ട്. Their business is അവരുടെ ജോലി ഇതാണ്. go into houses. അവർ വീടുകളിലേക്ക് കടന്നു ചെല്ലും. In sleep, nobody hears them. ആരും അവരെ കേൾക്കത്തില്ല. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് Very silently break open the door. ശാന്തമായിട്ട് അവർ വീടുകളിലേക്ക് ചെന്ന് Or വാതിലുകൾ maybe any കുത്തിപ്പൊളിക്കും. small opening. ചെറിയൊരു വാതിൽ കൂടി ഒരു കയറും. No sound. ഒരു ശബ്ദവുമില്ല. Wherever somebody is sleeping. എവിടെയെങ്കിലും ആരെങ്കിലും ഉറങ്ങുന്ന കണ്ടാൽ One strike and they are dead. ഒറ്റ അടിക്ക് ആ ആളുകളെ കൊല്ലും. There was a case in the newspaper. That's how I read it. ഞാനിത് അറിഞ്ഞത് ന്യൂസ് പേപ്പറിൽ ഒരു കേസ് For വന്നപ്പോഴാണ്. 18 months I followed that case. 18 മാസം ഞാൻ ഈ ഒരു കേസിന്റെ പിന്നാലെ And I സഞ്ചരിച്ചു. learned about that tribe. ഞാൻ ആ ഒരു ഗോത്രത്തെ കുറിച്ച് വ്യക്തമായി പഠിക്കാൻ ശ്രമിച്ചു. But today many are out of their
places are coming to faith. എന്നാൽ ഇന്ന് അതേ ഗോത്രത്തിൽ നിന്ന് അനേകർ കർത്താവിനെ വിശ്വസിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. How will they receive Jesus? അങ്ങനെ ഒരാളെ എങ്ങനെയാണ് യേശുവിനെ സ്വീകരിക്കുന്നത്? When you ask the grandson, where have your father and your grandfather gone? No, he has gone to work. ആ ചെറുമകനോട് ചോദിക്കുക അതിന്റെ അപ്പനും അപ്പനും എവിടെയെന്ന് ചോദിച്ചാൽ അവൻ പറയും അവർ ജോലിക്ക് Can you പോയിരിക്കുക. understand what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? But the two-edged sword, എന്നാൽ ആ ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളുണ്ടല്ലോ, it separates the soul from the spirit. അത് ആത്മാവിൽ നിന്ന് ആ പ്രാണനെ വേർപിടിക്കും. That day, അന്ന് something that we call conviction comes. അന്ന് ആ ബോധ്യമകത്തുണ്ടാവുകയാണ്. And that one day, ആ ഒരു ദിവസം he realized that what we are doing is wrong. അവൻ തിരിച്ചറിയുവാനായിട്ടിടയായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപമാണ്. And they repent. എന്നിട്ട് അവൻ And മാനസാന്തരപ്പെടുവാനായിട്ടിടയായി. they club with the highest one. അവരേറ്റവും ഉന്നതനായ വ്യക്തിയുമായി His ചേരുവാനായിട്ടിടയായി. name Jesus. അവന്റെ പേരാണ് യേശു. Their lives turn around. അവരുടെ ജീവിതം മാറി മറിയുവാനായിട്ടിടയായി. There are pastors from those tribes. അങ്ങനെയുള്ള ഗോത്രങ്ങളിൽ നിന്ന് പാസ്റ്റേഴ്സ് പോലും പുറത്തു വന്നിട്ടുണ്ട്. Not from the work ministry that we do, but I know about that. എനിക്ക് അങ്ങനെയുള്ള ആളുകളെ അറിയാം. Now listen to ഇനി this. ശ്രദ്ധിച്ചു കേട്ടാലോ. What is this double-edged sword? എന്താണ് ഈ ഇരുവായ്ത്തല മൂർച്ചയുള്ള വാൾ? Come on. Come on, somebody just for fun. Say, what is the double-edged sword? Word of God. Huh? രണ്ട് സൈഡിലും ഒരുപോലെ. That is fine. Very simple. You know, if you look into the Greek thing, നിങ്ങൾ ഗ്രീക്ക് ഭാഷയിലേക്ക് നോക്കിയാൽ it says അത് പറയുന്നത് ഇങ്ങനെ, double-mouthed. രണ്ട് Why? വായുള്ള, Two mouths together. രണ്ട് വായ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. You are very close. Can you tell me what is this two mouths together? രണ്ട് വായ I ഒരുമിച്ച് want you പ്രവർത്തിക്കുന്നത് to എന്താ? speak. നിങ്ങൾ മറുപടി പറയണം. His mouth, അവന്റെ വായും your mouth നിങ്ങളുടെ വായും becomes one mouth. അത് ഒരു വായായി മാറും. How is it possible? എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? When his word അവന്റെ വചനം is in your mouth അത് നിങ്ങളുടെ വായിൽ വരുമ്പോൾ and you with faith, നിങ്ങൾ വിശ്വാസത്തോടെ you totally agree നിങ്ങൾ പൂർണ്ണ and യോഗ്യതയോടെ you speak it, എന്നിട്ട് നിങ്ങൾ അത് പറയുമ്പോൾ it will carry the same authority and power that is in his mouth. അവന്റെ വായിൽ എത്രത്തോളം Amen. അധികാരവും ശക്തിയുണ്ടോ That is അതേ the- അധികാരവും ശക്തിയും നിങ്ങളിൽ കൂടി വെളിപ്പെടാൻ That പോവുകയാണ്. word ആ വചനം പറയുമ്പോൾ separates അതാണ് വേർപിടിക്കുന്നത്. the soul and the spirit. പ്രാണനെയും ആത്മാവിനെയും വേർപിടിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Amen. ആമേൻ. The miracle happens. അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. At that word, son, you shall not see wind nor rain. The soul and the spirit separate. ആ വചനം കേട്ടപ്പോൾ മകനെ നീ കാറ്റും മഴയും കാണുകയില്ല എന്നുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ The warrior became the not caring fellow. ആ ഭാരപ്പെട്ടിരിക്കുന്നയാൾ ഭാരം മാറിയ ഒരാളായി മാറി. What will happen for tomorrow? നാളെ എന്താകുമെന്നുള്ള ചിന്താകുലം. What will happen? എന്ത് സംഭവിക്കും? Brother, what is that word for this diabola? Huh? Yeah, I was confused among diabola or something, you know, and what is that? ഡയസ്റ്റോമോസ്. Diastomos. What does that mean? എന്താണ് ഡയസ്റ്റോമോസിന്റെ Come അർത്ഥം? on. Two mouths. രണ്ട് വായകൾ. The word Greek for ഗ്രീക്കില് this two-edged sword is diastomos. ഗ്രീക്കിൽ ഈ ഇരുവായ് തലയുള്ളതിന്റെ വാക്കാണ് ഡയസ്റ്റോമോസ്. So when the one who understands Greek, we say, Jesus said, the Holy Spirit says diastomos, he knows two mouths. ആ ഗ്രീക്ക് അറിയാവുന്ന ഒരാൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും. രണ്ട് വായോ. This man was worrying and crying, not sleeping for 5 nights. ഈ മനുഷ്യൻ 5 ദിനരാത്രങ്ങൾ കരഞ്ഞുകൊണ്ട് ഉറങ്ങാതെ നിലവിളിക്കുകയാണ്. Goes back to his wife. തന്റെ ഭാര്യയുടെ അടുക്കൽ പോയി. The weak becomes strong. ആ ബലഹീനൻ ശക്തിമത്തായി. The shivering, trembling, the fearsome becomes bold. ആ ഭയചകിതനായി വിറച്ചുകൊണ്ടിരുന്ന ആൾ അദ്ദേഹം അസാധാരണമായ ധൈര്യശാലിയായി. That is what we call the Lion of Judah. അതാണ് നാം വിളിക്കുന്നത് യഹൂദയുടെ സിംഹം എന്ന് വിളിക്കുന്നത്. That is when we call that the Lion of Judah is roaring. അപ്പോഴാണ് നാം പറയുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹം അവൻ അത്യുച്ചത്തിൽ ആർക്കുകയാണ്. He roars through your mouth. അവൻ നിങ്ങളുടെ വായിൽ കൂടിയാണ് Upon your situation. നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മേൽ അവൻ വാഴുന്നത്. In the natural they are crumbling.
ആ സാധാരണ രീതിയിൽ അവര് ഭാരപ്പെടുകയാണ്. The first thing that happens is the separation of the soul and the spirit. ഒന്നാമത് സംഭവിക്കുന്നത് പ്രാണനും ആത്മാവും വേർപിടിക്കുകയാണ്. And this is what you do. എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതാ. Say, get out. നിങ്ങൾ പറയും പുറത്തു പോകാ. Get out. പുറത്തു പോകാ. I am going ahead. ഞാൻ മുമ്പോട്ട് പോവുകയാണ്. I am RK. ഞാൻ RK ആണ്. First in rank. ഞാൻ ഏറ്റവും മുന്നിലുള്ളതാണ്. No one goes ahead of my Jesus. ആരും എന്റെ യേശുവിന്റെ മുൻപിൽ പോവുകയില്ല. And he has pulled me to his rank. അവൻ അവന്റെ റാങ്കിലേക്ക് എന്നെ I കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. think as he thinks. അവൻ എങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ തന്നെ I ഞാൻ ചിന്തിക്കും. speak as he thinks. അവൻ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കും. Situation has to bow. സാഹചര്യം എന്റെ മുൻപിൽ മുട്ടുമടക്കിയേ മതിയാകൂ. When he speaks, earth listens. അവൻ സംസാരിക്കുമ്പോൾ ഭൂമി പോലും When കേൾക്കാൻ heaven speaks, earth responds. സ്വർഗം സംസാരിക്കുമ്പോൾ ഭൂമി പ്രതികരിക്കും. When heaven speaks, situation changes. സാഹചര്യങ്ങൾ മാറുവാനായിട്ടിടയാകും സ്വർഗം സംസാരിക്കുമ്പോൾ. Mountains has to respond. പർവ്വതങ്ങൾ അതിന് മുൻപാകെ പ്രതികരിച്ചേ മതിയാകൂ. Come on, tell someone that is who I am. ഒന്ന് ആരെങ്കിലും നോക്കി പറഞ്ഞാട്ടെ അങ്ങനെയുള്ള ഒരുവനാണ് ഞാൻ. Come on, shake the hand of your neighbor. Say, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ കരം കുലുക്കിയിട്ട് പറഞ്ഞാട്ടെ Now you അങ്ങനെയുള്ള ഒരുവനാണ് ഞാൻ. now say, now you know who I am. ഇപ്പം ഒന്ന് പറഞ്ഞാട്ടെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഞാൻ ആരാണെന്ന്. Now say, now ധൈര്യമായിട്ട് you പറഞ്ഞോ, know ധൈര്യമായിട്ട് that. പറഞ്ഞോ. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഞാൻ Come ആരാണെന്ന്. on. Come on, the one who is in Christ. ആ ക്രിസ്തുവിലുള്ളവൻ. The one who is in Christ. ക്രിസ്തുവിലുള്ളവൻ. I am in Christ. ഞാൻ ക്രിസ്തുവിലാണ്. The old has passed away. പഴയതെല്ലാം കഴിഞ്ഞുപോയി. All things. How many things? All things. All things have become new. സകലതും പുതുതായി തീർന്നിരിക്കുന്നു. Behold. Behold. കാൺമീൻ. All things have become new. സകലതും പുതുതായി തീർന്നിരിക്കുന്നു. That is, say, tell somebody that is my അത് story. പറഞ്ഞാട്ടെ അത് എന്റെ കഥയാണ്, എന്നെ കുറിച്ചാണ് പറയുന്നത്. Okay. ആമേൻ. If I come to Kerala and speak Hindi, who am I? ഞാൻ കേരളത്തിൽ വന്ന് ഹിന്ദി സംസാരിച്ചാൽ ഞാൻ ആരാണ്? Come on, North Indian or South Indian? Come on, I cannot hear. If you come to North India and speak Malayalam, who are you? നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വന്ന് മലയാളം സംസാരിച്ചാൽ നിങ്ങൾ ആരാണ്? Okay, you are citizens of heaven. നിങ്ങൾ സ്വർഗത്തിന്റെ You are അവകാശികളാണ്. purchased of the blood of Jesus. നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ He വീണ്ടെടുക്കപ്പെട്ടവരാണ്. saw you worthy for his son to be sacrificed for you. നിങ്ങളെ അത്ര വിലമതിക്കുവാനായിട്ട് ദൈവം അവർ സ്വന്തം പുത്രനെ പോലും നൽകിയതാ. And 1 Peter 2:9 says that you are my very own. അപ്പൊ 1 പത്രോസ് 2:9 പറയുന്നു നിങ്ങൾ എന്റെ സ്വന്തമാണ്. Don't put that word here, let this be there. It says, तुम मेरे निज प्रजा हो. You are my very personal people. നിങ്ങൾ എന്റെ സ്വന്തമാണ്. സ്വന്ത ജനം. Own special people. എന്റെ സ്വന്ത സ്വന്തം ജനം. ജനമാണ്. ഈ സ്വന്ത ജനം ഏത് ഭാഷയാണ് സംസാരിക്കേണ്ടത്? സ്വർഗത്തിന്റെ ഭാഷ. His or the enemies? ശത്രുവിന്റെ ഭാഷയാണോ ദൈവത്തിന്റെ ഭാഷയാണോ നാം Come സംസാരിക്കുന്നത്? on, tell somebody, no more aligning to the enemy. പറഞ്ഞാട്ടെ ഞാൻ ഇനി പിശാചിനോട് കൂട്ടുകൂടുകയില്ല. I am one with the language of heaven. ഞാൻ സ്വർഗത്തിന്റെ ഭാഷ മാത്രമേ ഇനി സംസാരിക്കൂ. And now I am going to enter into the gates. ഞാനിപ്പോൾ ആ കവാടത്തിലേക്ക് കയറുകയാണ്. I will enter his gates with thanksgiving in my, not crying, with കരഞ്ഞോണ്ടല്ല. thanksgiving. And his courts with praise. അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടെയാണ് കയറുന്നത്. That is where I dwell. അവിടെയാണ് ഞാൻ വസിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. There is something I enjoy here. ഞാൻ ഇവിടെ സന്തോഷിക്കുന്ന ഒരു സത്യമുണ്ട്. What is it? Worship. എന്താണെന്ന് അറിയാമോ? അത് ആരാധനയാണ്. When I come this time, ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ I don't find those people ഞാൻ ആ പഴയ ആളുകളെ കാണുന്നില്ല. who were here, ഇവിടെ മുമ്പുണ്ടായിരുന്ന ആളുകൾ. but the songs of praise എന്നാൽ ഞാൻ ആ സ്തുതിയുടെ ശബ്ദം കേട്ടപ്പോൾ, and worship ആ ആരാധന കണ്ടപ്പോൾ has the same power. അതിന് അതേ ശക്തിയുണ്ട്. They Hallelujah. enter his gates with thanksgiving in my heart. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും. Never again from now, ഇന്നു മുതൽ ഒരിക്കലും what come may, എന്തും സംഭവിച്ചു കൊള്ളട്ടെ, no long faces. നിങ്ങളുടെ മുഖം നീണ്ടിരിക്കരുത്. You didn't hear what I said. പറഞ്ഞത് കേട്ടില്ലയോ? വാടിയ മുഖം ഉണ്ടാകരുത്. Wives, your husbands will never see a long face now. ഭാര്യമാരെ, From നിങ്ങളുടെ now on. ഭർത്താക്കന്മാർ ഈ നിമിഷം മുതൽ ഒരിക്കലും നിങ്ങളുടെ മുഖം ഇനി വാടുന്നത് കാണില്ല. No disturbed husbands coming home. ഇനിയും ഒരു ഭർത്താവും വളരെ ദുഃഖത്തോടെ വീട്ടിൽ വരില്ല. Our only mode, നമ്മുടെ ഒറ്റ മോഡ്, no other option. വേറെ ഒരു പരിപാടിയില്ല. I will enter his gates with thanksgiving in my heart.
I will enter his courts with praise. You are the one who sing. Come on. Say, this is the day that the Lord has made. I will rejoice, for he has made me glad. He has not made me sad. He has made me glad. He has made me glad. I will rejoice, for he has made me glad. He has made me glad. He has made me glad. I will rejoice, for he has made me glad. Did you notice something? The stomach pain has gone. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ വയറുവേദന മാറിയില്ല? It is gone. അത് പോയി, It is gone. അത് പോയി. There was another song that David was singing. ദാവീദ് പാടിക്കൊണ്ടിരുന്ന മറ്റൊരു പാട്ടുണ്ട്. Goodness and mercy shall follow me all the days of my life. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. And I will live in the house of the Lord forever. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. The easiest Psalm 23 Psalms. ഏറ്റവും എളുപ്പമുള്ള 23-ാം സങ്കീർത്തനം. One day to the people in Delhi, ഒരു ദിവസം ആ ഡൽഹിയിലുള്ള ആളുകൾ, when we were teaching about confessing, proclaiming the word, ഞങ്ങൾ വചനം പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച്, അത് ഏറ്റുപറയുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ I said, you will recite, you will speak, you will proclaim, every one of you, at least 25 times a day, the 23rd Psalm. ഞാൻ അവരോട് പറയാനായിട്ട് ഇടയത്തോറും, നിങ്ങൾ ഓരോരുത്തരും ഒരു 25 പ്രാവശ്യം വെച്ചെങ്കിലും 23-ാം സങ്കീർത്തനം ദിവസവും പറയണം. They came back. I said, for 1 month you are going to do. ഞാൻ പറഞ്ഞു, ഒരു മാസം നിങ്ങൾ ഇത് എല്ലാ ദിവസവും ചെയ്യാൻ പോവുകയാണ്. All the long faces went away. എല്ലാ വാടിയ മുഖവും നീണ്ടിരുന്ന മുഖമൊക്കെ മാറി. There was joy in their house. അവരുടെ ഭവനങ്ങൾക്കകത്ത് ആനന്ദമുണ്ടായി. Not all are believers. എല്ലാവരും വിശ്വാസികളല്ല. In a family, maybe one person is and the others are not. ഒരുപക്ഷെ അവരുടെ വീടുകളിൽ ഒരാൾ വിശ്വാസത്തിലുണ്ടാകാം, ബാക്കി ആരും വിശ്വാസത്തിലല്ല. But one person who was in faith. എന്നാൽ വിശ്വാസത്തിലുള്ള ഒരാള്, Not a very big or a complicated psalm. വലിയ The പ്രയാസകരമായ, Lord is my shepherd, I shall not want. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. He leads me, he makes me lie down in green pastures. അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ He makes കിടത്തുന്നു. me lie down he leads me to the still waters. അവൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു. Oh, he restores my soul. അതെ, അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. हिंदी में वो मेरे प्राण को बहाल कर देता है. അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. He leads me into which paths? Into righteous. For his name's sake. അവന്റെ നാമം നിമിത്തം. That is my portion. അതാണ് എന്റെ അവകാശം. Even though I have to walk through the shadows of the valley of death, I will fear no evil, because മരണകരമാകുന്ന താഴ്വരയിൽ കൂടി ഞാൻ കടക്കേണ്ടി വന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം അവൻ എന്നോട് കൂടെയുണ്ട്. your rod to guide me, your staff to what? നിന്റെ വടിയും കോലും അതെന്നെ ആശ്വസിപ്പിക്കും. Hallelujah. You have anointed my head with oil. നീ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം My cup ചെയ്തിരിക്കുന്നു. runs over. എന്റെ പാനപാത്രം അത് നിറഞ്ഞു You കവിയുന്നു. have set a table നീ എന്റെ മുൻപിൽ ഒരു മേശ ഒരുക്കിയിരിക്കുകയാണ്. for me അത് എനിക്ക് വേണ്ടിയാണ്. before my enemies. എന്റെ ശത്രുക്കൾ കാണെ ഒരുക്കിയിരിക്കുക. And the Lord is saying, when you are weak, you are strong. എന്നിട്ട് ദൈവം പറയുകയാണ്, നീ ബലഹീനനായിരിക്കുമ്പോൾ നീ ശക്തനാണ്. Why? എന്തുകൊണ്ടാ? He's saying, you eat. നീ കഴിക്ക്, You eat. നീ കഴിക്കുമോനെ. Don't worry about your neighbor. നിന്റെ ശത്രുവിനെ കുറിച്ചൊന്നും നീ ഭാരപ്പെടണ്ട. He's trying to swallow you. അവൻ നിന്നെ വിഴുകാൻ നോക്കുകയാണ്. Don't worry. സാരമില്ല, Don't look to him. നീ അവനെ നോക്കണ്ട. You look to me. നീ എന്നെ ഒന്ന് നോക്കിയേ. Speak my language. എന്റെ ഭാഷ സംസാരിക്കുക. 30 days. 30 ദിവസം. No, 3 days. ഇല്ല 3 ദിവസം No, മതി. 3 hours. അല്ല 3 മണിക്കൂർ മതി. No, 3 minutes. അല്ല 3 മിനിറ്റെങ്കിലും No, പറഞ്ഞാൽ 3 മതി. seconds. ഇല്ല 3 സെക്കൻഡെങ്കിലും പറഞ്ഞാൽ It മതി. is directly proportional to the speed of your agreement with അത് his നിങ്ങൾ word. എത്രത്തോളം വേഗത്തിൽ അതിനോട് യോജിക്കുന്നു അത്രയും വേഗത്തിൽ Every situation is going to നിങ്ങളുടെ change. സാഹചര്യങ്ങൾ മുഴുവനും മാറി മറിയാൻ You are പോവുകയാണ്. a different person. നിങ്ങൾ വ്യത്യസ്തനായ വ്യക്തിയാണ്. Chosen നിങ്ങൾ generation. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. Royal. നിങ്ങൾ രാജകീയമാണ്. That is authority. അത് അധികാരമാണ്. Priesthood. അത് പുരോഹിത വർഗം. Access. അത് പ്രവേശനം ലഭിച്ചിരിക്കുക. The priest has access. ആ പുരോഹിതന് എപ്പോഴും പ്രവേശനമുണ്ട്. Priesthood is also an authority. ആ പുരോഹിത ശുശ്രൂഷയും ഒരു അധികാരമാണ്. So you are king and priest. നിങ്ങൾ രാജാവുമാണ് പുരോഹിതനുമാണ്. My God. കർത്താവേ, King speaks. രാജാവ് കൽപ്പിക്കുന്നു. A judge doesn't shout.
ഒരു ന്യായാധിപൻ അദ്ദേഹം ഉറക്കെ Have നിലവിളിക്കാറുണ്ട്. you ever heard a judge shouting? നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ന്യായാധിപൻ You നിലവിളിക്കുക? behave well, I'm going to put, come on, I'm going to throw you, I have the power, keep quiet, നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ന്യായാധിപൻ മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ നിന്നെ ഞാൻ പുറത്താക്കാൻ പോകുക? അതൊന്നും ചെയ്യാറില്ല. takes a pen, ഒരു ചെറിയ പേന എടുക്കും, എഴുതും, sentenced to 5 years. അവനെ തൂക്കി അവനെ 5 And വർഷത്തേക്ക്. this fellow is trying to act. ഈ വ്യക്തി അഭിനയിക്കാൻ നോക്കുക. 5 more years. 5 വർഷം കൂടെ കൂട്ടിയാരെ. Then he is again jumping. പിന്നെ അദ്ദേഹം ദേഷ്യം കാണിക്കുക. 5 more years. 5 കൂടെ കൂട്ടിയാരെ. Somebody said, don't be foolish. ആരോ പറഞ്ഞു നീ മണ്ടത്തരം കാണിക്കരുത്. He is the one today having authority over your life. നിന്റെ ജീവിതത്തിന്റെ മേൽ അധികാരമുള്ള വ്യക്തിയാണ്. What happens to you, he decides, and the word is in his mouth. നീ നിനക്ക് എന്ത് സംഭവിക്കണം എന്നുള്ളത് അയാളുടെ വായിലാണ് ഇരിക്കുന്നത്. അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. So is everyone who is sitting here as a child of God. അങ്ങനെയാണ് ദൈവത്തിന്റെ പൈതലായി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അപ്രകാരം തന്നെയാണ്. Hallelujah. ഹല്ലേലൂയ. The word says, arise and shine. വചനം ഇങ്ങനെ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക. For your glory and light has come. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. How will this come? ഇതെങ്ങനെയാണ് വരുന്നത്? When you arise. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ. It is your job. നിങ്ങളുടെ ജോലിയാണത്. You will arise to meet the light. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ You will വെളിച്ചം നിങ്ങൾക്ക് arise. വേണ്ടി ഉദിക്കും. And you will extend your hand to shine. നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കാൻ And തീരുമാനിക്കും. that is when you agree with his word. നിങ്ങൾ അവന്റെ വചനത്തോട് യോഗ്യത പ്രഖ്യാപിക്കുമ്പോഴാണ്, Heaven യോജിക്കുമ്പോഴാണ്. and earth becomes one. അപ്പോഴാണ് ഭൂമി ഒന്നായി മാറുന്നത്. So it has been 26 years now. ഇപ്പോൾ 26 വർഷങ്ങൾ കഴിഞ്ഞു. I'm moving to the next key now. ഞാൻ അടുത്ത താക്കോലിലേക്ക് പോവുകയാണ്. Authority. അധികാരം. Diastomos. Thank you, brother. ഡയസ്റ്റോം. Thank you. See, God sent him on a mission ഒരു പ്രത്യേക ദൗത്യവുമായിട്ടാണ് ദൈവത്തിന്റെ ദാസനെ അയച്ചത്. to decode the Greek. അതിന്റെ ആ ഗ്രീക്കിന്റെ സത്യം മനസ്സിലാക്കി See തരും. how blessed are you? എത്ര You have അനുഗ്രഹിക്കപ്പെട്ടവരാണ്. everything in the church. നിങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. You have everyone that is needed in the church. നിങ്ങൾക്ക് സഭയിൽ ആവശ്യമുള്ള എല്ലാവരും ഉണ്ട്. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. So what do we do? നമ്മൾ എന്ത് ചെയ്യും? I will enter his gates with thanksgiving in my heart. I will enter his courts with praise. I will say. This is the day that the Lord has made. And then I will rejoice, for he has made me glad. Paul, പൗലോസ് in his most distressed condition, തന്റെ ഏറ്റവും പ്രയാസകരമാവുന്ന സാഹചര്യം, he is sitting in a dungeon that is below the earth, cold. ഈ ഭൂമിക്ക് അടിയിലുള്ള ഒരു കാരാഗൃഹത്തിൽ He കിടക്കുകയാണ്. is chained. താൻ ഈ സമയത്ത് തന്റെ കയ്യിലും കാലിലും ഒക്കെ ചങ്ങലകളുണ്ട്. But he requested for a writer. എന്നാൽ താൻ ഒരു എഴുത്തുകാരന് വേണ്ടി ചോദിച്ചു. So outside the, some iron bars, ആ കമ്പിക്ക് പുറത്ത് there is a writer that is sitting. അവിടെ എഴുതാൻ തയ്യാറായ ഒരാൾ You കാത്തിരിക്കുക. can go and Google and find out where Paul was in that dungeon. ആ കാരാഗൃഹത്തിൽ എവിടെയാണ് പൗലോസ് കിടന്നതെന്ന് You will നിങ്ങൾക്ക് have the പരിശോധിച്ച് നോക്കാം. pictures of this. ആ ഗൂഗിൾ പരിശോധിച്ചാൽ അതിന്റെ On the ചിത്രങ്ങൾ കാണാൻ floor കഴിയും. stone. And from there he is writing. ആ തണുപ്പേറിയ വളരെ പ്രയാസകരമായ Philippians chapter ഇടത്ത് 4 നിന്നാണ് verse 4. പൗലോസ് എഴുതുന്നത്. Philippians chapter 4 verse 4. ഫിലിപ്പിയ ലേഖനം 4:4. Rejoice in the Lord. Come on, say it. സന്തോഷിപ്പിൻ. കർത്താവിൽ സന്തോഷിപ്പിൻ. Come on, പിന്നെയും say it നിങ്ങളോട് again. പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. Say it again. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. Rejoice in the Lord when? Always. Don't we have every reason to rejoice always? നമുക്ക് എപ്പോഴും സന്തോഷിക്കാനുള്ള എത്ര കാരണങ്ങൾ നമ്മുടെ മുൻപിലുള്ളത്. But circumstances, when it changes, എന്നാൽ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ there is a bodiless entity that comes and sits on our shoulder. ശരീരമില്ലാത്ത ഒരു വ്യക്തി നമ്മുടെ അടുക്കൽ വന്ന് തോളിൽ കയറിയിരിക്കും. What a pity. എന്നിട്ട് നമ്മളോട് പറയൂ, എന്നാ കഷ്ടമാ. You are going and coming out of Exodus for past 25 years. കഴിഞ്ഞ 25 വർഷമായിട്ട് അകത്തോട്ടും പുറത്തോട്ടും എക്സോഡസിൽ കയറി ഇറങ്ങുമല്ലേ. What have you got? നിങ്ങൾക്ക് എന്താ ഇതുവരെ കിട്ടിയത്? Still your beard is graying ഇപ്പോഴും നിങ്ങളുടെ താടി and you നരച്ചിരിക്കുന്നു. are losing hair. നിങ്ങളുടെ മുടിയെല്ലാം പോകുന്നു. What a pity. എന്നാ കഷ്ടമാ. What will a girl think? ഒരു പെണ്ണ് കണ്ടാൽ എന്ത് No തോന്നും? marriage for you. നിങ്ങൾക്ക് ഒരു കല്യാണവും ഇല്ല. No life for നിങ്ങൾക്ക് you. ഒരു ജീവിതവും ഇല്ല. You had a good job. നിങ്ങൾക്ക് നല്ല ജോലി You ഉണ്ടായിരുന്നു. listened to some pastor. ഒരു പാസ്റ്റർ പറയുന്നത് കേട്ടിട്ട് ഇറങ്ങി തിരിച്ചതാ. And you took this mic and you are following him. നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടി മൈക്ക് എടുത്തോണ്ട് ഇറങ്ങിയതാ. Ayyo. അയ്യോ കഷ്ടം. And next minute we also say ayyo. അത് കേട്ടിട്ട് നമ്മളും അടുത്ത നിമിഷം പറയും അയ്യോ. Then a tragedy comes. അപ്പോൾ അതിദുഃഖമായ സാഹചര്യം വരും. Come on. Didn't I tell you that ഞാൻ അന്നേരം പറഞ്ഞില്ലായിരുന്നു? it is pathetic? അയ്യോ എന്നെ കഷ്ടമാ നിങ്ങൾക്ക്.
Either he will speak to our mind, ഒന്നെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആ വ്യക്തി സംസാരിക്കും, or he will send some emissary to you. അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കലേക്ക് ഒരാളെ അത് പറയാൻ വേണ്ടി അയക്കും. Until when? എപ്പം വരെയാ? Until you agree. നിങ്ങളത് സമ്മതിക്കുന്നത് വരെ. But what would you do? എന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? Paul says, പൗലോസ് പറയുകയാണ്, what will you do? എന്ത് ചെയ്യും? Rejoice in the Lord always. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. And I will say rejoice. എന്നിട്ട് ഞാൻ പിന്നെയും Can, നിങ്ങളോട് പറയുന്നു can you go സന്തോഷിപ്പിൻ. to the next verse? നിങ്ങൾ അടുത്ത വാക്യത്തിലേക്ക് ഒന്ന് പോകാമോ? Come on. സകല മനുഷ്യരും അറിയട്ടെ. Don't lose your gentleness. നിങ്ങളുടെ സൗമ്യത നഷ്ടപ്പെടുത്തരുത്. Paul is saying, don't lose your cool. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ശാന്തത നഷ്ടപ്പെടുത്തരുത്. പ്രാവിനെ പോലെ ആയിരിക്കുക. Be like a dove. നിങ്ങളൊരു പ്രാവിനെ പോലെ ആയിരിക്കണം. നിഷ്കളങ്കർ. ആമേൻ. Without any spot or blemish. നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു കളങ്കവും പറ്റരുത്. But wise as serpents. എന്നാൽ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായി. Come on, the next verse, 4:6. അടുത്ത വചനം 6-ാമത്തെ വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. Oh, come on. ആമേൻ. The problem is then you are anxious. പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വിചാരമാണ്. God's people have nothing to be anxious. ദൈവജനത്തിന് ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. They are the ones who have eternal guarantees. എല്ലാം നിത്യമായ ഉറപ്പ് ലഭിച്ചവരാണ്. Chosen generation. തിരഞ്ഞെടുക്കപ്പെട്ട തലമുറയാ. He didn't say chosen people. ദൈവം ഒരിക്കലും പറഞ്ഞില്ല തിരഞ്ഞെടുക്കപ്പെട്ട കുറെ He's ആളുകൾ. saying that you be careful that you are equipped and anointed to head a generation. നിങ്ങൾ ഒരു തലമുറയെ തന്നെ നയിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്, സജ്ജീകരിക്കപ്പെട്ടവരാണ്. Caleb, when he was 40 years of age, കാലേബ് 40 വയസ്സ് പ്രായമുള്ളപ്പോൾ, when he became 85, അദ്ദേഹം 85 വയസ്സ് he പ്രായമായപ്പോൾ, says, I will get the time, the past four and a half decades will not determine my inheritance. I have still the strength and the power. കാലേബ് പറയാനായിട്ടിടെ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായിട്ടുള്ള കാലഘട്ടം എനിക്ക് വിഷയമേ അല്ല, എനിക്കുള്ള അവകാശം ഞാൻ നേടിയെടുക്കും. Every thought, എല്ലാ ചിന്തയും, every word എല്ലാ വാക്കുകളും that says that you are too old, നിങ്ങൾ അധികം പ്രായമായെന്ന് you പറയുന്ന are വാക്കുകൾ, getting old, നിങ്ങൾക്ക് അധികം പ്രായമായെന്ന് you പറയുന്ന are വാക്കുകൾ, advancing in age, നിങ്ങൾ മുന്നേറുകയാണ്, the പ്രായമായല്ലോ. enemy wants you to agree with decline. നിങ്ങളുടെ നാശം കാണണമെന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. No. ഇല്ല, Even when you are old. നിങ്ങൾ പ്രായമായാൽ പോലും. Come on, children, listen to me. ദൈവമക്കളെ കേട്ടാലും, Don't think this appachan is old. ഓ ഈ അപ്പച്ചന്റെ പ്രായമാണെന്ന് I am ചിന്തിക്കരുത്. full of sap. ഞാൻ പുഷ്ടി കൊണ്ട് I am നിറഞ്ഞിരിക്കുകയാണ്. full of sap. ഞാൻ പുഷ്ടി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. I am fresh. ഞാൻ ഫ്രഷ് I ആയിട്ടിരിക്കുകയാണ്. am green. എനിക്കിപ്പോഴും I പച്ചപ്പാണ്. will still bear fruit. ഞാൻ ഇപ്പോഴും ഫലം I കായ്ച്ചുകൊണ്ടിരിക്കും. will lead hundreds into the church. ഞാൻ 100 കണക്കിന് ആളുകളെ ആലയത്തിലേക്ക് നയിക്കുവാനായിട്ട് I am faithful to my Lord. ഞാൻ കർത്താവിനോട് വിശ്വസ്തത പുലർത്തും. I am planted in the church. ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ And I നടപ്പെട്ടിരിക്കുകയാണ്. will prosper in his courts. ഞാൻ കർത്താവിന്റെ പ്രാകാരങ്ങളിൽ തഴച്ചു വളരാനായിട്ട് Because I ഇടയാകും. am always thanking him. കാരണം ഞാൻ എപ്പോഴും അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. Rejoice, and again I say rejoice. കർത്താവിൽ സന്തോഷിപ്പിൻ, പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു Rejoice, and സന്തോഷിപ്പിൻ. again I say rejoice. കർത്താവിൽ സന്തോഷിപ്പിൻ, പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു Be സന്തോഷിപ്പിൻ. anxious for nothing. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. Be anxious for nothing. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. But in everything, എന്നാൽ എല്ലാറ്റിലും prayer and supplication. പ്രാർത്ഥനയാലും യാചനയാലും. But prayer not with complaint. പ്രാർത്ഥന പരാതിയോട് കൂടിയല്ല. Prayer not with complaint. പ്രാർത്ഥന പരാതിയോട് കൂടിയല്ല. കർത്താവേ, നീ കാണുന്നില്ലയോ? See, this water is coming into this boat. കർത്താവേ, നീ കാണുന്നില്ലേ വള്ളത്തിലേക്ക് വെള്ളം And കയറുന്നു. you are snoring. നീ ഇപ്പം കൂർക്ക വലിച്ചുറങ്ങുകയാണ്. Don't you see what is happening with me? നിനക്ക് കാണാൻ കഴിയത്തില്ല എന്താണ് My എനിക്ക് boat is സംഭവിക്കുന്നത്. rocking. എന്റെ പടക് ഇപ്പോ I don't know ആടിക്കൊണ്ടിരിക്കുകയാണ്. what will happen. കർത്താവ് എന്ത് സംഭവിക്കുമെന്ന് She എനിക്കറിയില്ല. is going to resign. അവള് രാജിവെക്കാൻ I പോകുകയാണ്. have no hope. എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. I thought that everything is so fine. ഞാൻ ചിന്തിച്ചു എല്ലാം നന്നായി പോവുകയാണ്. One day you said, go to the east. കർത്താവ് അങ്ങൊരിക്കൽ എന്നോട് പറഞ്ഞു ഈസ്റ്റിലോട്ട് പോകണം. Son, one day he said, മകൻ ഒരു ദിവസം പറഞ്ഞു, you preach and teach my word, I will take care of the rest. നീ നിന്റെ വചനം പ്രസംഗിപ്പിൻ, പഠിപ്പിക്കും, ഞാൻ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം. And this is what is happening. She is resigning. എന്നാൽ ഇതൊക്കെയാണോ കർത്താവ് നടക്കുന്നത്? ഇപ്പോൾ ഭാര്യ രാജിവെക്കാൻ പോവുകയാ. Oh no, your guarantee is not in the job, it is not in the fixed deposit, it is in the spoken word. Man shall not live by bread alone, but by every word that comes out of the mouth of God. ഇല്ല, നിങ്ങളുടെ ഗ്യാരണ്ടി ഒരിക്കലും നിങ്ങളുടെ ജോലിയിലല്ല, പകരം അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്താലാണ്. തന്നെ നീതിമാൻ അവന്റെ വചനം കൊണ്ട് ജീവിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. She has resigned.
അദ്ദേഹം ഭാര്യ രാജിവെച്ചു. 3rd July 1999. 1999 ജൂലൈ 26 years ago. 26 വർഷങ്ങൾക്ക് മുൻപ്. Then how we are walking on water? എന്നാൽ എങ്ങനെയാണ് ഞങ്ങൾ വെള്ളത്തിന് മുകളിൽ കൂടി നടക്കുന്നത്? Let me tell you. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. We have never ever seen lack after that. ഞങ്ങൾ അതിനുശേഷം ഒരിക്കലും ഒരു ഇല്ലായ്മയിൽ കൂടി Full പോയിട്ടില്ല. supply. എപ്പോഴും ദൈവം More നൽകിക്കൊണ്ടിരിക്കുന്നു. than enough. ആവശ്യത്തിലും അധികം. More than enough. ആവശ്യത്തിലും അധികം. More than enough. ആവശ്യത്തിലും അധികം. Before the need comes, ആവശ്യം ഉണ്ടാകുന്നതിന് മുന്നമേ the supply comes. അതിനു മുമ്പേ കർത്താവ് It is the നൽകിയിരിക്കുകയാണ്. same that will happen with അത് you. തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവ്യമായി തീരും. By tomorrow, നാളെ എന്നൊരു സമയത്തിനുള്ളിൽ you will identify with His word. നിങ്ങൾ ഈ ഒരു വചനം എന്താണെന്ന് വ്യക്തമായി Your മനസ്സിലാക്കാനായിട്ട് mouth and His ഇടയാക്കും. mouth. ഇത് കർത്താവിന്റെ ശബ്ദമാണ്. Whether it is giant to be slayed, giant to be slayed, ഇത് ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിലുള്ള ഗോലിയാത്തിനെ കൊല്ലുന്ന സാഹചര്യമാണോ? maybe walking on water, അല്ല, വെള്ളത്തിന് മേൽ നടക്കേണ്ട അവസ്ഥയാണോ? maybe 5 bread, 2 fishes for 5,000 people. അല്ലെങ്കിൽ 5000 പേർക്ക് 5 അപ്പവും 2 മീനും കൊടുക്കേണ്ട സാഹചര്യമാണോ? Anxiety will not know your address. ആ വിചാരപ്പെട്ടാൽ അത് ഒരിക്കലും നിങ്ങൾക്ക് ലഭ്യമാവുകയില്ല. Anxiety will not know your address. വിചാരപ്പെട്ടാൽ അത് ഒരിക്കലും നിങ്ങൾക്ക് ലഭ്യമാവുകയില്ല. He has hidden you under the blood of His Son. യേശുവിന്റെ രക്തത്തിന്റെ കീഴിൽ ദൈവം നിങ്ങളെ മറച്ചിരിക്കുകയാണ്. Someone tell me lack, അത് നിങ്ങൾ എന്നോട് പറഞ്ഞാട്ടെ. anxiety, ആ വിചാരപ്പെടുന്നത്, worry ഇല്ലായ്മ, doesn't know my address. ഭാരം, അതിനൊന്നും എന്റെ അഡ്രസ് അറിയില്ല. Say it aloud ഉറക്കെ again. പറഞ്ഞാട്ടെ. വിചാരപ്പെടുന്നത് Kick it out right അതിനെ now. ഇപ്പോൾ ജീവിതത്തിൽ നിന്ന് പുറത്തു കളയുക, This തള്ളിക്കളയുക. is not a motivational speech, it is the truth. Hallelujah. ഇത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസംഗമല്ല, ഇത് വാസ്തവമായ വചനത്തിന്റെ സത്യമാണ്. The moment you identify with His word, ദൈവത്തിന്റെ വചനത്തോട് നിങ്ങൾ എപ്പോൾ you ഏകീഭവിക്കുന്നു, become one with His word. നിങ്ങൾ അവന്റെ വചനവുമായി ഒന്നായി തീരുകയാണ്. You will bring heavens down. നിങ്ങൾ സ്വർഗ്ഗത്തെ ഇവിടെ Mountains will കൊണ്ടുവരേണ്ടതാകും. bow before you. നിങ്ങളുടെ മുൻപാകെ പർവ്വതങ്ങൾ പോലും കുമ്പിടുവാനായിട്ട് Barren land will produce. എല്ലാ വരണ്ടിരിക്കുന്നതും ബലവത്തായി തീരും. When you say stop, things have to stop. നിങ്ങൾ നിൽക്ക എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ നിന്നേ മതിയാകൂ. When you say come, it has to come. വരിക എന്ന് പറയുമ്പോൾ അത് വന്നേ മതിയാകൂ. If you walk on water, നിങ്ങൾ വെള്ളത്തിന് മീതെ നടന്നാൽ your generations will walk along with you. തലമുറകൾ വെള്ളത്തിന് മീതെ നടക്കും. They will follow the Lord all the days of their life. അവരുടെ ജീവിതകാലം മുഴുവനും അവർ നിങ്ങളെ തന്നെ അനുഗമിക്കാനായിട്ട് Your ഇടയാകും. generations are chosen. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ You തലമുറകൾ. are king and priest. നിങ്ങൾ രാജാക്കന്മാരാണ്, പുരോഹിതന്മാരാണ്. In Hindi it says याजकों का समाज. It says a society of priests. ആ പുരോഹിത A township. വർഗമാണ്, ഒരു കൂട്ടമാണ്. It's a multitude of priests. ഇത് വലിയൊരു കൂട്ടമാണ്. You are heading a complete, total. It's a multitude of priests you are heading. പുരോഹിതന്മാരുടെ വലിയൊരു കൂട്ടത്തെ നിങ്ങൾ നയിക്കുകയാണ്. Brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാർ, you are chosen. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ. The seed that you have within you, നിങ്ങളുടെ അകത്തുള്ള വിത്തുണ്ടല്ലോ, of about a great group and a team of priests. അത് വലിയ ഒരു പുരോഹിത വർഗമാണ്, You carry the കൂട്ടമാണ്. seeds of kings. നിങ്ങൾ രാജാക്കന്മാരുടെ വിത്തുകൾ നിങ്ങളുടെ അകത്തുണ്ട്. The lioness and never given birth to cats. ഒരു സിംഹവും സിംഹിയും ഒരിക്കലും ഒരു പൂച്ചക്കുട്ടിയെ പ്രസവിച്ചിട്ടില്ല. No. ഇല്ല. You are not giving birth to any mews. നിങ്ങൾ ഏതെങ്കിലും ഒരു കോവർ കഴുതയെ ജനിപ്പിക്കുന്നില്ല. Your produce will not say meow meow, they will roar like lion. നിങ്ങളുടെ തലമുറകൾ അവർ മ്യാവ് മ്യാവ് എന്ന് കരുതുകയല്ല, സിംഹത്തെ പോലെ ഗർജിക്കാൻ പോവുകയാണ്. You will speak the language of heaven. നിങ്ങൾ സ്വർഗത്തിന്റെ ഭാഷ തന്നെ സംസാരിക്കും. So what do I do? അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക? From 3rd July, ജൂലൈ 3-ാം തീയതി മുതൽ, from 30th of June 30 ജൂൺ മുതൽ till today, ഇന്ന് വരെ, when I get up in the morning, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ I see nothing. ഞാൻ ഒന്നും കാണില്ല, I feel nothing. ഞാൻ ഒന്നും അനുഭവിക്കില്ല. But I will say, പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, I will not see wind nor rain, but the ditches shall be full of water. ഞാൻ മഞ്ഞും കാറ്റും മഴയൊന്നും കാണില്ല, പക്ഷേ കുഴികൾ വെള്ളം കൊണ്ട് നിറയും. More than enough is my portion. ആവശ്യത്തെക്കാട്ടിലും അധികം അതെന്റെ അവകാശമാണ്. Lack, you don't know my address. ഓ ഇല്ലായ്മയെ നിനക്ക് എന്റെ അഡ്രസ് അറിയില്ല. Anxiety does not know my address. ചിന്താകുലത്തിന് എന്റെ അഡ്രസ് അറിയില്ല. My heart and my mind is guarded by the Spirit of the living God. എന്റെ ഹൃദയവും എന്റെ മനസ്സും ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് സൂക്ഷിച്ചിരിക്കുകയാണ്. It is His blood that covers me. അവന്റെ രക്തമാണ് എന്നെ സംരക്ഷിക്കുന്നത്.
Let me tell you something. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. The blood of Jesus Christ of Nazareth നസ്രായനായ യേശു കർത്താവിന്റെ രക്തം is still red. അത് ഇന്നും ചുവന്നിരിക്കുന്നു. Is still warm. അത് ഇന്നും It ചൂടേറിയിരിക്കുന്നു. still has life. അതിനിന്നും ജീവനുണ്ട്. You know how I know? നിങ്ങൾക്കറിയാമോ അതെങ്ങനെ എനിക്കറിയാമെന്ന്? A demon said, ഒരു പിശാചാ പറഞ്ഞു തന്നത്. don't say blood. അയ്യോ, രക്തത്തെ കുറിച്ച് പറയല്ലേ. Why? എന്തുകൊണ്ട്? His blood is still red. അവന്റെ രക്തം ഇപ്പോഴും ചുവന്നിരിക്കുന്നു. His blood is still warm. അവന്റെ ചോര അത് The ചൂടേറിയിരിക്കുന്നു. blood of Jesus is still living. യേശുവിന്റെ രക്തം അത് ഇന്നും ജീവിക്കുന്നു. And it speaks better things than the blood of Abel for you. അത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി നിനക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തമാണ്. What is the key to the authority? എന്താണ് അധികാരത്തിലേക്കുള്ള ആ താക്കോൽ? The blood of Jesus. യേശുവിന്റെ രക്തമാണ്. The blood of Jesus. യേശുവിന്റെ രക്തമാണ്. The blood of Jesus. യേശുവിന്റെ രക്തമാണ്. No one can penetrate that. അതിനെ ആർക്കും അതിന്റെ ഇടയിൽ കൂടി Oh, come on, my friends, you are untouchable. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ആർക്കും തൊടാൻ കഴിയില്ല. You carry an authority to subdue anything that comes, what come may, in on this face of this earth. ഈ ഭൂമുഖത്ത് നിങ്ങൾക്കെതിരെ വരുന്ന സകലത്തിന്റെ മേലും വാഴുവാൻ, അതിനെ കാൽ കീഴാക്കാനുള്ള ഒരു അസാധാരണമായ അധികാരം നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. My mother, എന്റെ മാതാവ്, after I was born in the last week of July 1957. 1957 ജൂലൈ അവസാനത്തെ ആഴ്ച ഞാൻ ജനിച്ചപ്പോൾ എന്റെ മാതാവ്, Okay, I was born 24th of July. ഞാൻ ജൂലൈ 24-ാം തീയതിയാണ് ജനിച്ചത്. 11th of August I died. 11 ഓഗസ്റ്റിൽ ഞാൻ മരിച്ചു. 18 days from my birth. എന്റെ ജനനം മുതൽ 18 ദിവസങ്ങൾ I was dead and cold. ഞാൻ മരിച്ച് തണുത്തിരുന്നു. My grandfather, who was a pastor എന്റെ മുത്തച്ഛൻ ഒരു പാസ്റ്റർ ആയിരുന്നു. with the Church of God. ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു പാസ്റ്റർ My ആയിരുന്നു. mother's father. എന്റെ അമ്മയുടെ പിതാവ്. He prayed, he cried. അദ്ദേഹം പ്രാർത്ഥിച്ചു, അദ്ദേഹം കരഞ്ഞു. He came and shut my eyes. അദ്ദേഹം വന്ന് എന്റെ കണ്ണുകൾ അടച്ചു. He went to fix the funeral. ആ മരണ ശുശ്രൂഷ നടത്താൻ വേണ്ടി അദ്ദേഹം കടന്നു. My mother is a short lady. എന്റെ അമ്മ നീളം കുറഞ്ഞൊരു സ്ത്രീയാണ്. She is with the Lord now. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു എന്റെ മാതാവ്. After many hours, അനേക മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ my grandfather had gone. എന്റെ മുത്തച്ഛൻ കടന്നുപോയി. In Kerala, in a village, 1957, there wasn't many, buses or anything. 1957 കേരളത്തിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ അധികം ബസ്സുകളില്ലെന്ന് It നിങ്ങൾക്കറിയാമല്ലോ. took many hours for him to come. അദ്ദേഹം പോയിട്ട് മടങ്ങി വരാൻ കുറെ മണിക്കൂറുകൾ എടുത്തു. But my mother lied there. എന്നാൽ എന്റെ മാതാവ് അവിടെ കിടക്കുകയാണ്. And she said one little prayer. ഒരു ചെറിയ പ്രാർത്ഥന എന്റെ മാതാവ് She said, Lord, കർത്താവേ, if you give life to this child, ഈ കുഞ്ഞിന് അങ്ങ് ജീവൻ തിരികെ നൽകുകയാണെങ്കിൽ I will never own him. ഞാൻ അവനെ ഒരിക്കലും സ്വന്തമാക്കുകയില്ല. She said what she felt at that time. തനിക്ക് എന്ത് തോന്നിയോ അത് തന്നെ മാതാവ് പറഞ്ഞു. I will bring him up as your property. അങ്ങയുടെ സ്വന്തം എന്നുള്ള നിലയിൽ ഞാൻ അവനെ വളർത്തിക്കൊണ്ടുവരാം. And I will give him to you. എന്നിട്ട് ഞാൻ അവനെ അങ്ങേക്ക് അർപ്പിക്കും. If you give life. അങ്ങ് അവന് ജീവൻ തിരികെ നൽകിയ. Lord, this child is dead, but you are not dead. കർത്താവേ, ഈ കുഞ്ഞ് മരിച്ചിരിക്കുകയാണ്, എന്നാൽ അങ്ങ് മരിച്ചിട്ടില്ല. You are a God of living, not of dead. കർത്താവേ, അങ്ങ് ജീവനുള്ളവരുടെ ദൈവമാണ്, അങ്ങ് മരിച്ചവരുടെ ദൈവമല്ല. At that time, ആ സമയത്ത് a great faith hit her. വലിയൊരു വിശ്വാസം അവളുടെ അകത്തേക്ക് വന്നു. And then she says, എന്നിട്ട് ആ മാതാവ് ഇങ്ങനെ പറഞ്ഞു. at that moment, ആ നിമിഷം the child was dead, ആ കുഞ്ഞ് മരിച്ച കുഞ്ഞ്, cold, തണുത്ത കുഞ്ഞ്, eyelids started ആ fluttering. കുഞ്ഞിന്റെ കണ്ണുകൾ അത് അടയുവാനും തുറക്കുവാനും Life came back ജീവൻ മടങ്ങി വന്നു. at the command of a little woman. ഒരു ചെറിയൊരു സ്ത്രീയുടെ ആ കൽപ്പനയിൽ You have authority over your generations. നിങ്ങളുടെ തലമുറകളുടെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. No one can steal anything from them. ആർക്കും ഒന്നും നിങ്ങളിൽ നിന്ന് അപഹരിക്കാൻ കഴിയില്ല. Let your mouth be his mouth. നിങ്ങളുടെ വായ് അവന്റെ വായായി ചലിക്കട്ടെ. His mouth your mouth. അവന്റെ വായ് നിങ്ങളുടെ വായായി മാറട്ടെ. His word in your mouth. അവന്റെ വചനം നിങ്ങളുടെ വായിൽ കൂടി പുറപ്പെടട്ടെ. There is nothing for you to doubt. നിങ്ങൾക്ക് സംശയിക്കാനായിട്ട് ഒന്നും നിങ്ങളുടെ You will മുന്നിലില്ല. see it happening. നിങ്ങൾ തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നത് കാണും. Align yourself with the word of God. ദൈവവചനവുമായി നിങ്ങളെ തന്നെ താദാത്മ്യത്തിലേക്ക് കൊണ്ടുവരിക. Let that be your fact. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായി മാറട്ടെ. That be your reality. അത് നിങ്ങളുടെ മുൻപിലുള്ള യാഥാർത്ഥ്യമായി മാറട്ടെ. And there is another thing. മറ്റൊരു കാര്യമുണ്ട്. Peter also had a spoken word. പത്രോസിനും ഒരു സംസാരിക്കപ്പെട്ട വചനം ലഭിച്ചു. See, this passage is one of my favorites. ഇത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭാഗമാണ്. Jesus came walking on the water. യേശു കർത്താവ് വെള്ളത്തിന് മീതെ നടന്നുകൊണ്ട് വന്നു. He said, Master, if it is you, കർത്താവേ, അങ്ങാണെങ്കിൽ
command me. എന്നോടൊന്ന് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. Say a word. എന്നോട് ഒരു വചനം ഒന്ന് Peter കൽപ്പിക്കണമേ. realized the power of the spoken word. പത്രോസിന് ഒരു കാര്യം അറിയാമായിരുന്നു, കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന് ശക്തിയുണ്ട്. He had seen when the word was spoken to bread. ആ അപ്പത്തെ നോക്കി ആ വചനം സംസാരിച്ചപ്പോൾ പത്രോസ് കണ്ടതാ. When it was spoken to fried dead fish, ആ വറുത്ത മീനിലേക്ക് ആ വചനം സംസാരിച്ചപ്പോൾ they had to multiply. അത് വർദ്ധിച്ചു വരുന്നത് അവൻ കണ്ടു. They had to അത് multiply. വർദ്ധിച്ചു വരുന്നത് അവൻ കണ്ടു. Maybe 20,000 people. ഒരുപക്ഷെ 20,000-ഓളം ആളുകളുണ്ട്. 12 small baskets full. 12 കൊട്ട ശേഷിച്ചത് All നിറച്ചെടുത്തു. the disciples took one home. എല്ലാ ശിഷ്യന്മാരും ഓരോ കൊട്ടയായിട്ട് വീട്ടിലോട്ട് പോയി. What a testimony. എത്ര വലിയ സാക്ഷ്യമാ. The same Jesus is in you. അതേ കർത്താവ് നിങ്ങളുടെ അകത്തുമുണ്ട്. He is waiting for him to manifest through your aligning with his word. അവന്റെ വചനവുമായിട്ട് നിങ്ങൾ യോജിക്കുമ്പോൾ പ്രവർത്തിക്കാൻ ദൈവം കാത്തിരിക്കുകയാണ്. Activated through your mouth. നിങ്ങളുടെ വായിൽ കൂടി ആ വചനമൊന്ന് പ്രകടിപ്പിക്കുവാൻ ദൈവം കാത്തിരിക്കുകയാണ്. In my daily reading, I was reading 1 Samuel 17. ഞാൻ എൻ്റെ ദൈനംദിനമുള്ള വചന വായനയിൽ 1 ശമൂവേൽ 17-ാം അധ്യായം I വായിക്കുകയാണ്. was reading the story of David. ഞാൻ ദാവീദിന്റെ ഒരു അനുഭവം വായിക്കുകയായിരുന്നു. When I came to 45, 46, 47th verse, അതിന്റെ 45, 46, 47 വചനങ്ങളിലേക്ക് വന്നപ്പോൾ Lord, this 15-year-old, 14-year-old boy standing, he's running towards the giant. കർത്താവേ, ഈ 14-15 വയസ്സുള്ള ഈ ഒരു കൊച്ചു പയ്യൻ അവൻ ഒരു വലിയ ഒരു മല്ലന്റെ അടുക്കലേക്ക് ഓടി ചെല്ലുകയാണല്ലോ. With a stick, ഒരു ചെറിയ വടിയുമായി, with a few stones. കുറച്ച് കല്ലുകളുമായി. What has that to do with 9.5 feet? ഈ 9.5 അടി നീളമുള്ള ഈ മല്ലന്റെ മുൻപിൽ ഇതും കൊണ്ട് എന്ത് ചെയ്യാനാ? Protected by armor. ആ വലിയ പടച്ചട്ട ധരിച്ചിരിക്കുകയാണ് ആ മല്ലൻ. His shield and armor bearer is standing before him. അദ്ദേഹത്തിന്റെ കൂടെ ഈ ഇതൊക്കെ വഹിച്ചുകൊണ്ട് ആളുകളുണ്ട്. He is covered till his neck. തന്റെ കഴുത്ത് വരെ പടച്ചട്ട അണിഞ്ഞിരിക്കുകയാണ്. This fellow is not shivering or trembling. ഈ കൊച്ചു പയ്യൻ അവൻ വിറയ്ക്കുന്നില്ല, പേടിക്കുന്നില്ല. He is proclaiming two things. അവൻ 2 കാര്യമാണ് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. He said, you have no covenant. അവൻ പറയുകയാണ്, നിനക്ക് ഒരു ഉടമ്പടിയുമില്ല. I have the covenant with the Most High God. എനിക്ക് അത്യുന്നതനായ ദൈവവുമായിട്ടാണ് ഉടമ്പടിയുള്ളത്. We are a people of covenant. നാം ഉടമ്പടിയുടെ ജനമാണ്. Today I don't have time to just share a little about a covenant. എനിക്ക് അധിക സമയമില്ല, എന്നാൽ ഉടമ്പടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം Friends, പങ്കുവയ്ക്കാം. I really request something. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. Please come ദയവായിട്ട് morning and evening. നാളെ രാവിലെയും വൈകിട്ടും വന്നാട്ടെ. Don't miss it. നിങ്ങളത് ഒരിക്കലും നഷ്ടമാക്കരുതേ. You are walking into a new law. നിങ്ങൾ പുതിയൊരു നിയമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Everything will change. എല്ലാം മാറി മറിയുവാനായിട്ടിടയാകും. Sickness has nothing to do with you. രോഗങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിമേൽ സ്ഥാനമില്ല. You will speak till your body will hear and respond. നിങ്ങളുടെ ശരീരം അത് കേട്ട് അതിനോട് പ്രതികരിക്കുന്നത് വരെ നിങ്ങൾ പറയാൻ പോവുകയാണ്. What I am saying here, ഞാനിവിടെ പറയുന്നത് എന്താണോ, we have lived it. ഞങ്ങൾ അത് ജീവിച്ചതാണ്. We have experienced it. ഞങ്ങളത് അനുഭവിച്ചതാണ്. We have tested it. ഞങ്ങളത് പരീക്ഷിച്ചതാണ്. And the Lord has proved those right. ഞങ്ങളത് ശരിയാണെന്ന് ദൈവം ഞങ്ങൾക്ക് തെളിയിച്ചു So തന്നതാണ്. is it with you. അങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. You will never go before anyone and say, please pray for me. നിങ്ങൾ ആരെ മുമ്പിൽ ചോദിച്ചിട്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് The പോലും പറയേണ്ടി day for വരില്ല. your prayer requests are going to end. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ നീണ്ട നിരയുണ്ടല്ലോ, അത് അവസാനിക്കാൻ പോവുകയാണ്. Your little ones is enough for big giants. നിങ്ങളുടെ ചെറിയത് ഉണ്ടല്ലോ, അത് വലിയ മല്ലന്മാരെ നേരിടുവാൻ പ്രാപ്തിയുള്ളതാണ്. If somebody comes to your home, നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ, my father is dying of or so and so is dying of cancer, എന്റെ പിതാവ് എന്റെ ഇന്ന ആള് ക്യാൻസർ ബാധിച്ച് മരിക്കാൻ you പോകുകയാണെന്ന് will പറയുമ്പോൾ say, നിങ്ങൾ അപ്പോൾ പറയും, my 7-year-old is enough, take him. എന്റെ 7 വയസ്സുള്ള കുട്ടിയുണ്ട്, അവനെ കൊണ്ടുപോയിക്കോ. My 11-year-old is enough, take എന്റെ 11 വയസ്സുള്ള കുട്ടി മതി, അവനെ കൊണ്ടുപോയിക്കോ. your 11-year-old. നിങ്ങളുടെ 11 വയസ്സുള്ള, Yeah. അതെ, He has the same authority as I am. എനിക്കുള്ള അതേ അധികാരം അവന്റെ അകത്തും ഉണ്ട്. One day a new believer, like he was 3 weeks into the church, ഒരു ദിവസം 3 ആഴ്ച മാത്രം പ്രായമായ ഒരു പുതിയ വിശ്വാസി ഉണ്ടായിരുന്നു സഭയിൽ. winter തണുപ്പ് സമയമാണ്. 4:45 a.m. 4:45 സമയമാണ്. I get a call. എനിക്കൊരു കോൾ ലഭിച്ചു. Pastor, please come. പാസ്റ്റർ ദയവായിട്ട് വരണം. One young man is dying. ഒരു ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. Please come and pray. വേഗം വന്ന് പ്രാർത്ഥിക്കണം. I said, why should I come? ഞാൻ എന്തിനാ വരുന്നത്? He said, you have to come to pray. അയ്യോ പാസ്റ്റർ വന്നൊന്ന് പ്രാർത്ഥിക്കണം. He's just about to die. അദ്ദേഹം മരിക്കാൻ പോവുകയാ. I said, you pray. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി പ്രാർത്ഥിക്കേ. I said, I can pray. അയ്യോ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? I said, you have the same Holy Spirit that I have. എനിക്കുള്ള അതേ പരിശുദ്ധാത്മാവാണ് നിന്റെ അകത്തുള്ളത്. You lay hands and you speak. നീ കൈവച്ച് സംസാരിക്കേ. He said, okay. അവൻ പറഞ്ഞു ശരി. This was
a case. ഈ നടന്നൊരു സംഭവമാണിത്. The hospital, the TB hospital has given him 90 days. TB ഹോസ്പിറ്റൽ പറഞ്ഞു 90 ദിവസങ്ങൾ മാത്രമേ ഇവന് Go സമയമുള്ളൂ. home, visit your family. വീട്ടിൽ പോയി ബന്ധുക്കളെയൊക്കെ കണ്ടോളൂ. This was the end of 90 days. ഈ 90-ാം ദിവസം അവസാനിക്കുന്ന ദിവസമാണ്. When he used to vomit, he used to throw up. He was like it was pieces of lungs coming out. അദ്ദേഹം ഛർദ്ദിക്കുമ്പോൾ അകത്ത് നിന്ന് ലങ്സിന്റെ ചില ഭാഗങ്ങൾ പോലും അടർന്നു The വരികയാണ്. quantity of blood was so much that he didn't want to die before his little brother and his mother. തന്റെ അമ്മയുടെയും തന്റെ ചെറിയ സഹോദരന്റെയും മുൻപിൽ മരിക്കാൻ ഒട്ടും താല്പര്യമില്ലാതെ ഭാരപ്പെടുന്ന ഒരു He സമയം. had a sister living near where we were living. ഞങ്ങൾ താമസിക്കുന്നതിനടുത്ത് തന്റെ ഒരു സഹോദരിയുണ്ട്. He thought that he will secretly come and he will die there. അദ്ദേഹം ചിന്തിച്ചു ആ സഹോദരന്റെ വീട്ടിൽ പോയി മരിക്കാം. And this was next to this believer's home. ഈ വിശ്വാസിയുടെ വീടിന് But തൊട്ടടുത്തായിരുന്നു he അത്. was just 2 or 3 weeks into the church. ചർച്ചിൽ വന്നിട്ട് 2-3 ആഴ്ച മാത്രമേ ആയുള്ളൂ ഈ പുതിയ വിശ്വാസി. And he prayed. അദ്ദേഹം പോയി പ്രാർത്ഥിച്ചു. This boy lived. ഈ ചെറുപ്പക്കാരൻ ജീവിച്ചു. This was many years ago. ഇത് കുറെ വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. Now he is 50 years old. ഇപ്പോൾ ആ ചെറുപ്പക്കാരന് 50 വയസ്സ് He has പ്രായമുണ്ട്. 3 children. അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. His elder son is more than 20 years. ആ മൂത്ത മകൻ 20-ലധികം വയസ്സായി. No tuberculosis anywhere in his generation. അവന്റെ തലമുറയിൽ ആർക്കും ട്യൂബർക്കുലോസിസ് കാണാൻ പോലുമില്ല. You know why? നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടെന്ന്? He came to realize അവൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. man shall not live by bread alone, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, but by every word that comes out of the mouth of God. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനവും കൊണ്ടാണ് ജീവിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. When I was reading 1 Samuel 17, ഞാൻ 1 ശമൂവേൽ 17-ാം അധ്യായം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ I closed the Bible. ഞാൻ ബൈബിൾ അടച്ചു വെച്ചു. 45, 46, 47. 45, 46, 47 വാക്യങ്ങൾ. I said, Lord, ഞാൻ പറഞ്ഞു, കർത്താവേ, no, this is not working. കർത്താവേ, ഇത് എങ്ങനെയാ സംഭവിക്കുന്നത്? There has to be a key. എന്തോ ഒരു താക്കോലുണ്ട് അവിടെ. This little boy, ഈ കൊച്ചു പയ്യനോ, without any armor, അവന്റെ കയ്യിൽ ഒരു ആയുധവും ഇല്ല, without even a sword or a bow or an arrow, കർത്താവേ, അവന്റെ കയ്യിൽ അമ്പോ വില്ലോ വാളോ ഒന്നുമില്ല, 5 stones, 5 കല്ലും കൊണ്ട്, stick, വടിയും കൊണ്ട്. what is it? എന്താ ചെയ്യുന്നവൻ? Say with me, എന്നോടൊപ്പം പറഞ്ഞാട്ടെ. the assurance of a covenant. ഒരു ഉടമ്പടിയുടെ ഉറപ്പുണ്ടായിരുന്നു. The knowing of the covenant that we have നമുക്കുള്ള ആ ഉടമ്പടിയെ കുറിച്ച് നന്നായുള്ള ബോധ്യം. with the one who is the most high. ആ ഉന്നതനായ ദൈവവുമായിട്ട് ആ ഉടമ്പടി. A covenant is not a contract. ആ ഉടമ്പടി എന്ന് പറയുന്നത് വെറും ഒരു കോൺട്രാക്ട് അല്ല. It is not an agreement. അത് വെറും ഒരു അംഗീകാരമല്ല. It is sufficed with a sacrifice and an oath. അതിനു മുൻപാകെ ഒരു യാഗമുണ്ട്, ഒരു പ്രതിജ്ഞയുണ്ട്. Our friends from Israel will know that. ഇസ്രായേലിൽ നിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. A sacrifice ഒരു യാഗമുണ്ട്, and an oath. അതിനു മുൻപിൽ ഒരു പ്രതിജ്ഞയുണ്ട്. My friends, എൻ്റെ സഹോദരങ്ങളെ, when Jesus said to Mary, യേശു മറിയയോട് ഇങ്ങനെ പറഞ്ഞു, do not touch me, എന്നെ തുടരുത്, do not come near me, എൻ്റെ അടുക്കൽ വരരുത്, do not touch me, എന്നെ തുടരുത്. I have not yet ascended to my Father, ഞാൻ എൻ്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് ഇതുവരെ പ്രവേശിച്ചു. but you go. എന്നാൽ നീ പോവുക. Mark these words. ഈ വാക്കുകൾ ശ്രദ്ധിക്കണമേ. This is something that divided a complete era. ഇത് വലിയൊരു തലമുറയെ തന്നെ രണ്ടായി വിഭാഗിച്ചതാണ്. You know, there is something that triumphed over death and evil. മരണത്തെയും പിശാചിന്റെ പദ്ധതികളെയും അതിജീവിച്ചതാണ്. He said, കർത്താവ് പറഞ്ഞു, you go നീ പോവുക, and tell എന്നിട്ട് പറയുക, your brethren നിന്റെ സഹോദരങ്ങളോട് and പറയുക, my brethren എന്റെ സഹോദരങ്ങളോട് that പറയുക, I go ഞാൻ പോയി to my God എന്റെ കർത്താവിന്റെ അടുക്കൽ, and your God. നിന്റെ കർത്താവിന്റെ അടുക്കൽ As I ascend, I go ഞാൻ പോകുമ്പോൾ to my Father എന്റെ പിതാവിന്റെ അടുക്കൽ, and your Father. നിന്റെ പിതാവിന്റെ അടുക്കൽ. Come on. ആമേൻ, Come on. ആമേൻ. That changed history. 28:6 Matthew. മത്തായിയുടെ സുവിശേഷം 28-ന്റെ 6 വാക്യം. അവനിവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്നു കാൺമീൻ. Yes, he is not here. അവൻ ഇവിടെ ഇല്ല. He's not here. അവൻ ഇവിടെ ഇല്ല. He's not here. അവൻ ഇവിടെ ഇല്ല. He is proclaiming അവൻ പറയുകയാണ് to Mary, മറിയയോട് പറയുക, I go ഞാൻ പോവുകയാണ് to my Father, എന്റെ പിതാവിന്റെ അടുക്കൽ, your Father, നിന്റെ പിതാവിന്റെ അടുക്കൽ, my brethren, എന്റെ സഹോദരൻ, your brother. നിങ്ങളുടെ സഹോദരൻ. The power of covenant, ആ ഉടമ്പടിയുടെ the ശക്തിയാണ്, power of blood. രക്തത്തിന്റെ ശക്തി.
He took his blood. തന്റെ രക്തമാണ് യേശു എടുത്തത്. He took his blood. യേശു തന്റെ രക്തമാണ് എടുത്തത്. Personally entered the heavenlies. വ്യക്തിപരമായി അവൻ ആ സ്വർഗോന്നതങ്ങളിലേക്ക് കയറി. It was the blood. ആ രക്തവുമായി. That was the price paid for yours and my redemption. എൻ്റെ നിങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി മറുവിലയായി നൽകപ്പെട്ട അതേ The blood that രക്തവുമായി. is still warm. ആ ഇപ്പോഴും It ചൂടേറിയ is രക്തം. still warm, still red and still flesh. ഇപ്പോഴും Fresh. ചുവന്നിരിക്കുന്ന ഇപ്പോഴും Speaking ശക്തിയുള്ള better ജീവനുള്ള things. സംസാരിക്കുന്ന ഹാബേൽ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന Oh, രക്തം. come on. ഹല്ലേലൂയ. That is who Jesus is. അതാണ് യേശു. He tore apart that curtain. അവൻ ആ വേർപാട് ആ ചുവരെ രണ്ടായിട്ട് മുറിച്ചു. No more. ആ തിരശ്ശീലയെ അവൻ മുറിച്ചു കളഞ്ഞു. No more അവൻ ആ തിരശ്ശീലയെ മുറിച്ചു കളഞ്ഞു. of walls or curtains between us and the holy place. ആ അതിവിശുദ്ധ സ്ഥലവും നാമും തമ്മിൽ ഇനിയും ഒരു തടസ്സവുമില്ല. Hallelujah. ഹല്ലേലൂയ. John chapter 20 verse 17. യോഹന്നാന്റെ സുവിശേഷം 20 അതിന്റെ 17 Jesus said to her, "Do not cling to me. യേശു അവളോട് പറഞ്ഞു, എന്നെ തുടരരുത്. I have not ascended to my Father. ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കൽ ഇതുവരെ കയറി But go പോയിട്ടില്ല. to my brethren." എന്നാൽ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെല്ലുവിൻ. That day he entered the heavenlies with his blood to make you and me his brother of covenant. അന്ന് ആ പിതാവിന്റെ സന്നിധിയിലേക്ക് സ്വർഗോന്നതങ്ങളിലേക്ക് യേശു കടന്നു ചെന്നപ്പോൾ ആ ഉടമ്പടി പ്രകാരം നിങ്ങളെയും എന്നെയും അവന്റെ സഹോദരരാക്കി. Through his sacrifice and through his blood. അവന്റെ ത്യാഗത്താലും അവന്റെ രക്തത്താലുമാണ് അത് സാധിച്ചത്. He paid the price to make us his own brother. അവന്റെ സ്വന്തം സഹോദരങ്ങളാക്കാൻ വേണ്ടി ആണ് അവന്റെ രക്തം അവൻ And ചിന്തി that വില day the നൽകിയത്. Father transformed us to be co-heirs with him. അന്നാണ് കർത്താവിനോടൊപ്പം കൂട്ടവകാശികളായി Co-heirs with Jesus. കൂട്ടവകാശികളായി യേശുവിനോടൊപ്പം കൂട്ടവകാശികളായി What പിതാവ് he has, മാറ്റിയത്. we have. കർത്താവിന് എന്തുണ്ടോ അത് നമുക്കുമുണ്ട്. Hallelujah. ഹല്ലേലൂയ. He said, say to them, കർത്താവ് പറഞ്ഞു അവരോട് പോയി പറയുക, I am ascending to my Father and your Father, ഞാൻ എൻ്റെ പിതാവിന്റെ നിങ്ങളുടെ പിതാവിന്റെ അടുക്കലേക്ക് to കയറി my പോകുന്നു. God and your God. എൻ്റെ ദൈവവും നിങ്ങളുടെ That ദൈവവുമായവന്റെ day, അടുക്കൽ ആ that day. ദിവസം Father പിതാവ് put his seal തന്റെ മുദ്ര on the blood. ആ രക്തത്തിന് മേൽ That പതിക്കുവാനിടയായി. day ആ it ദിവസം was valid. അത് It became lawful. അത് നിയമമായി മാറി. We are lawful brothers and sisters. നമ്മൾ അന്ന് മുതൽ കർത്താവിന്റെ സഹോദരന്മാരായി. His Father is my Father. അവന്റെ പിതാവ് നമ്മുടെ പിതാവായി. His God is my God. അവന്റെ ദൈവം നമ്മുടെ ദൈവമായി. We have the same status as Jesus. യേശുവുമായിട്ടുള്ള അതേ നിലവാരത്തിൽ നമ്മളെ ആക്കി We have വെച്ചിരിക്കുന്നു. nothing to be anxious of. നമുക്കൊന്നിനെ കുറിച്ച് We വിചാരപ്പെടേണ്ടതായിട്ടില്ല. have that power, authority in the spoken word. ആ പ്രഖ്യാപിക്കപ്പെടുന്ന വചനത്തിന് മേൽ ശക്തിയുണ്ട്, അധികാരമുണ്ട്. Hallelujah. ഹല്ലേലൂയ. You will change situations. നിങ്ങൾ സാഹചര്യങ്ങളെ You മാറ്റിമറിക്കും. will rewrite history. നിങ്ങൾ ചരിത്രത്തെ മാറ്റി എഴുതും. New things will be born. പുതിയ കാര്യങ്ങൾ So ഉത്ഭവിക്കുവാനായിട്ടിടയാകും. while I was in 1 Samuel 17, ഞാൻ 1 ശമൂവേൽ 17-ാം അധ്യായം said വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, this little lad, he is not equipped. അയ്യോ ഈ ചെറുപ്പക്കാരനായ ഈ പയ്യൻ അവനെ How എന്തൊക്കെ is it യോഗ്യതയാണ്, possible? എങ്ങനെയാണത് Lord, സാധ്യമായത്? if I get the key, കർത്താവ് എനിക്ക് ആ താക്കോലത് മനസ്സിലായാൽ, in that case, ആ സാഹചര്യത്തിൽ ഒന്ന് every മനസ്സിലാക്കി little one in the church ചർച്ചിലെ എല്ലാ ചെറുപ്പക്കാരും will chase 1,000, അവരായിരങ്ങളെ 2,000, ചലിപ്പിക്കുവാനായിട്ടിടയാകും. 10,000, 2000-ങ്ങളെ and they 10,000-ങ്ങളെ will be champion. അവർ കർത്താവിന് വേണ്ടി യോദ്ധാക്കളായി Age മാറും. is not a matter. പ്രായം ഒരു വിഷയമേ അല്ല. No. ഇല്ല 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 ഇല്ല. Your word is truth. നിങ്ങളുടെ കർത്താവ് അങ്ങയുടെ വചനം Lord, give me സത്യമത്തായതാ. the key. എനിക്ക് ആ താക്കോലും തരണം. The Lord said, കർത്താവ് പറഞ്ഞു, son, മകനെ, in those verses, ആ വാക്യങ്ങളിൽ he became my mouth, I became his mouth. ഞാൻ അവന്റെ വായായി, അവൻ എന്റെ വായായി. What is he saying? കർത്താവ് എന്താ പറയുന്നത്? Today I will cut your head. ദാവീദ് പറയുക, ഇന്ന് ഞാൻ നിന്റെ തല അറുത്ത് മാറ്റും. With what? With a stick? എന്തുകൊണ്ടാ? വടി കൊണ്ടാണോ? No. ഇല്ല. You are speaking equipments into existence. നിങ്ങൾ പറയുമ്പോൾ തന്നെ പുതിയ ആയുധങ്ങൾ ഉടലെടുക്കുകയാണ്. Unseen supplies are awaiting you. നിങ്ങൾ കാണാത്ത മണ്ഡലത്തിൽ നിങ്ങൾക്ക് വേണ്ടി കാര്യാദികൾ നിങ്ങളുടെ പക്കലേക്ക് വരികയാണ്. The spoken word. നിങ്ങൾ പറയുന്ന വാക്കിനാൽ. Are you ready? അതിന് തയ്യാറാണോ? No anxiety. ഒരു വിചാരവുമില്ല, ഭാരവുമില്ല. No worries. ഇല്ല, ഒന്നിനെ കുറിച്ച് വിചാരമില്ല. That is the trick, small pits that the enemy make. അതാണ് പിശാച് ഒരുക്കുന്ന ചെറിയ കെണികൾ. No, it won't ഇല്ല come. ഇല്ല, ഇത് ഒരിക്കലും സംഭവിക്കില്ല. You will go through. നിങ്ങൾ മുൻപോട്ട് തന്നെ പോകും. Nothing shall by any means harm you. ആരും നിങ്ങളെ ഒരിക്കലും ഉപായപ്പെടുത്തുകയില്ല.
he became one mouth അവൻ കർത്താവുമായി ഒരേ വായായി മാറി. with God. കർത്താവുമായി. Diastomos. അതെ, ഡയസ്റ്റോമോസ്. And that is what he wants with us. അതാണ് കർത്താവ് ഇന്ന് നമ്മളെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. You are his diastomos. നിങ്ങൾ Can I say like ദൈവത്തിന്റെ that? വായായി Is it തീരും. wrong or right? Yeah. We are his mouth. നാം ദൈവത്തിന്റെ വായായി The മാറുകയാണ്. same authority that Jesus have, we have. യേശുവിനുള്ള അതേ അധികാരം നമുക്കുമുണ്ട്. And the same things are awaiting us. അതേ കാര്യം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. The word of the living God. ജീവനുള്ള ദൈവത്തിന്റെ വചനം. I understood, I got the key. എനിക്ക് ഈ ഒരു സത്യം മനസ്സിലായ ആ താക്കോൽ ലഭിച്ചു. We were buying a small property in Delhi. ഞങ്ങൾ ഡൽഹിയിൽ ചെറിയൊരു സ്ഥലം വാങ്ങുകയായിരുന്നു. My father came with whatever he had. എന്റെ പിതാവ് തന്റെ പക്കൽ എന്തുണ്ടോ അതുമായിട്ട് കടന്നു This is വന്നു. 1987. ഇത് 1987 സംഭവമാണ്. We were half the amount short. ഞങ്ങൾക്ക് പകുതി പണത്തിന്റെ കുറവുണ്ട്. Tomorrow is the last day. നാളെയാണ് അവസാന ദിവസം. If we don't bring the money, the land will go, the advance will go. ഞങ്ങൾ ആ പണം കൊണ്ടുവന്നില്ലെങ്കിൽ ആ സ്ഥലം നഷ്ടമാകും. Everybody കൊടുത്ത അഡ്വാൻസ് പൈസ around me നഷ്ടമാകും. seemed they were very relaxing. എന്റെ ചുറ്റുമുള്ള എല്ലാവരും വളരെ Only ആശ്വാസത്തോടെയായിരുന്നു. I was the one thinking what will happen. ഞാൻ മാത്രം ചിന്തിക്കുന്നു, അയ്യോ എന്ത് I സംഭവിക്കും. had two companies. എനിക്ക് ആ സമയത്ത് 2 കമ്പനി Even my സ്വന്തമായിട്ടുണ്ട്. payments are not coming in time. എന്റെ പേയ്മെന്റ്സ് പോലും കൃത്യസമയത്ത് വരുന്നില്ല. And this last day, എന്നാൽ ഈ അവസാന ദിവസം I thought in 1 hour my hair will all become white. ഞാൻ ചിന്തിച്ചു 1 മണിക്കൂറിനുള്ളിൽ എന്റെ മുടി മുഴുവൻ വെളുത്തു പോകും. I thought I will grow old and gray within 45 minutes. ഞാൻ ചിന്തിച്ചു 45 മിനിറ്റിനുള്ളിൽ ഞാൻ നരച്ച് പ്രായമായി മാറും. I thought I will go and end up in some asylum. ഞാൻ ചിന്തിച്ചു ഞാൻ ഏതെങ്കിലും ഭ്രാന്താലയത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന്. I was like that, desperate. അതുപോലെ ഭാരപ്പെട്ടു. I never agree with loans or interest money. ഞാൻ ഒരിക്കലും ലോൺ എടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്ന ആളല്ല. It's not a good word. I hate that. എനിക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. അതിനെ ഞാൻ ദ്വേഷിക്കുന്നു. I have nothing to do with debt. അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. I don't align with that. ഞാൻ കടം വാങ്ങുന്നതിനോട് ഒട്ടും But then യോജിക്കുന്നില്ല. in that distress, എന്നാൽ ആ പ്രയാസത്തിന്റെ മധ്യേ one friend came. ഒരു സുഹൃത്ത് വന്നു. I said, you will get sure money, come with me, but he charges very high interest. അദ്ദേഹം പറഞ്ഞു എന്റെ കൂടെ വരിക, അവൾ വളരെയധികം പലിശ കൊടുക്കേണ്ടി വരും, പക്ഷെ പൈസ കിട്ടും. I went with him. ഞാൻ അയാളുടെ കൂടെ പോയി. He went to search him. അദ്ദേഹം ഈ ആളിനെ തപ്പി പോവുകയാണ്. My brother was working somewhere. He also asked some demand of some money. The owner said he doesn't have. എന്റെ സഹോദരനും മറ്റിടത്ത് ജോലി ചെയ്യുകയാണ്, പണം ലഭിക്കാൻ സാഹചര്യം So ഉണ്ടായിരുന്നു. there was a phone booth there. I called my brother. His owner is my friend. I said, what about that? He said, no payment has come today. ഞാൻ അവിടെ ഒരു ഫോൺ ബൂത്തിൽ നിന്ന് ഫോൺ വിളിച്ചു, സഹോദരനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇല്ല അവിടെ ഒരു പേയ്മെന്റ് വന്നിട്ടില്ല. But standing there in the open ground just in front of that phone booth, I was going crazy. ആ ഫോൺ ബൂത്തിന്റെ മുൻപിൽ ഞാൻ ആ ഗ്രൗണ്ടിൽ നിന്നപ്പോൾ വല്ലാതെ ഭ്രാന്ത് വരുന്നത് പോലെ തോന്നി. But somehow the Lord showed me Psalms 55 verse 22. അപ്പോൾ ദൈവം എന്നെ ഒരു വചനം ഇങ്ങനെ കാണിക്കാനായിട്ടിടെ. സങ്കീർത്തനം 55:22. Cast your burdens upon the Lord. നിന്റെ ഭാരം യഹോവയുടെ മേൽ He ഇട്ടുകൊള്ളുക. will sustain you. അവൻ നിന്നെ പുലർത്തും. And he will not permit the righteous to be shaken. ആ നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. Shaken? കുലുങ്ങുകയോ? I was going crazy. ഞാൻ ഈ സമയത്ത് ഭ്രാന്ത് പിടിച്ച പോലെ ഇരിക്കുക. Shaking was far behind. ആ കുലുങ്ങുന്നതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. But when I saw that word, എന്നാൽ ഞാൻ ആ വചനം കണ്ട മാത്രയിൽ I knew it by heart. എനിക്കിത് ഹൃദയത്തിനകത്തറിയാം. With all the strength that I had, എനിക്കുണ്ടായിരുന്ന മുഴുവൻ ശക്തി I said, Lord, ഞാൻ പറഞ്ഞു, കർത്താവേ, I cast this burden upon you. ഞാൻ ഈ ഭാരം അങ്ങയുടെ മേൽ ഇട്ടുകൊള്ളുന്നു. I took my hands like this. ഞാൻ എൻ്റെ 2 കരവും ഇങ്ങനെ എടുത്തു. It was like a big load of basket was on my head. എൻ്റെ തലയിൽ വലിയൊരു കൊട്ട ഭാരം നിറഞ്ഞിരിക്കുന്ന പോലെ True, തോന്നി. it was very heavy. അതെ, തീർച്ചയായും വലിയ ഭാരമായിരുന്നു. Full of everything that the enemy was loading. ആ ശത്രു നിറച്ചിരുന്ന എല്ലാ ഭാരങ്ങളും ഉണ്ടായിരുന്നു. This is what I did. ഞാൻ ഇങ്ങനെയാ ചെയ്തത്. I cast this burden upon you. കർത്താവേ, ഞാൻ ഈ ഭാരം അങ്ങയുടെ മേൽ ഇട്ടുകൊള്ളുന്നു. I literally took it like this in my hand. ഞാൻ എൻ്റെ 2 കരം കൊണ്ട് ഇങ്ങനെ പൊക്കിയെടുത്തു. And I acted like this. ഞാൻ എന്നിട്ട് ഇങ്ങനെ അഭിനയിച്ചു. I said, I cast it upon you. കർത്താവേ, ഞാൻ അങ്ങയുടെ മേൽ ഇട്ടുകൊള്ളുന്നു. I am your righteous. ഞാൻ അങ്ങയുടെ നീതിയാണ്. You have sustained me. അങ്ങാണ് എന്നെ ഇതുവരെ പുലർത്തിയത്. I will not be shaken. ഞാൻ ഒരിക്കലും കുലുങ്ങി പോവുകയില്ല. 2 minutes later, 2 മിനിറ്റ് കഴിഞ്ഞു. I went and called my brother's office. ഞാൻ വീണ്ടും എൻ്റെ സഹോദരന്റെ ഓഫീസിലേക്ക് Again, the വിളിച്ചു. owner picked up. വീണ്ടും ഓണർ വിളിച്ചു, എൻ്റെ I സുഹൃത്ത്. said, did anything happen? ഞാൻ ചോദിച്ചു, എന്തെങ്കിലും Some പേയ്മെന്റ് money. ഉണ്ടോ?
He said, no, nothing. അദ്ദേഹം പറഞ്ഞു ഇല്ല. But wait. അദ്ദേഹം പറഞ്ഞു നിക്ക്. The door opens. ആ വാതിൽ തുറക്കുന്നു. Somebody is coming in. ആരോ ഒരാൾ വന്നു. It is as if that man has a check in his hand. ആ മനുഷ്യന്റെ കയ്യിൽ ഒരു ചെക്ക് ഇരിക്കുന്ന പോലെ He തോന്നുന്നു. takes that. അദ്ദേഹം വാങ്ങി. He said, it's exactly the same amount what your brother has demanded. അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ ചോദിച്ച അതേ തുകയുണ്ട്. I am endorsing it right now. ഞാനത് ഇപ്പൊ തന്നെ കൊടുക്കുകയാണ്. Your brother will go and cash it in the evening counter. നിങ്ങളുടെ ബ്രദർ വൈകുന്നേരത്ത് ബാങ്കിൽ പോയത് മാറും. When I came home, ഞാൻ വീട്ടിൽ വന്നപ്പോൾ I had more money that I needed. എനിക്ക് ആവശ്യത്തെക്കാട്ടിലും അധികം പണം എന്റെ It പോക്കറ്റിൽ was ഉണ്ടായിരുന്നു. extra, overflowing more than enough. എനിക്ക് ആവശ്യത്തിലും അധികം പണം എന്റെ പക്കൽ ഉണ്ടായിരുന്നു. I never said, Dedo, give. No. ഞാൻ ഒരിക്കലും ചോദിച്ചില്ല തരിക. It just came. അതെന്റെ പക്കലേക്ക് വന്നു. That is the one who has sustained you. അതാണ് നിങ്ങളെ നയിച്ച അതേ കർത്താവ്. He will not permit you to be shaken. അവൻ ഒരിക്കലും നിങ്ങൾ കുലുങ്ങി പോകാൻ Can we സമ്മതിക്കുകയില്ല. take him at his word? അവന്റെ വചനം അതുപോലെ വിശ്വസിക്കാൻ കഴിയും. Can we be one mouth with him? കർത്താവുമായിട്ട് ഒരേ വായായി മാറാൻ നമുക്ക് കഴിയും. Number one, it will separate the soul and the spirit. ഒന്നാമത് നമ്മുടെ പ്രാണനെയും The ആത്മാവിനെയും worries and the വേർതിരിക്കും. anxieties will go. എല്ലാ ഭാരങ്ങളും ചിന്താകുലകളും മാറിപ്പോകും. Your grief will change into joy. നിങ്ങളുടെ ദുഃഖം അത് സന്തോഷമായി മാറും. All those anxiety into rejoicing. നിങ്ങളുടെ ഭാരങ്ങളൊക്കെ സന്തോഷത്തിന്റെ You will be നൃത്തങ്ങളായി thankful മാറും. for everything what he has done. ദൈവം ചെയ്ത എല്ലാത്തിനും നിങ്ങൾ നന്ദി You പറയാൻ will തുടങ്ങും. enter through that gate. നിങ്ങൾ ആ വാതിലിൽ കൂടി And സ്തോത്രത്തോടെ you will be പ്രവേശിക്കും. praising in his courts. നിങ്ങൾ കർത്താവിന്റെ പ്രാകാരങ്ങളിൽ സ്തോത്രം അർപ്പിക്കും. But Peter also received a word. എന്നാൽ പത്രോസിനും ഒരു വാക്ക് ലഭിച്ചു. Jesus said, come. യേശു പറഞ്ഞു വരിക. That one word was enough for his generations to go on water without boat. ആ വാക്ക് കേട്ടിട്ട് ആ തലമുറ മുഴുവനും വെള്ളത്തിന് മേൽ ബോട്ടില്ലാതെ പോകേണ്ടതായിരുന്നു. Can you come few steps with me further? എന്റെ കൂടെ കുറച്ചുകൂടി മുൻപോട്ട് പോകാൻ കഴിയുമോ? Do you think that word come had enough power? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ വരിക എന്നുള്ള വാക്കിന് ആവശ്യത്തിന് ശക്തി It had authority over all the realms that would make him sink. തന്നെ മുക്കുന്ന എല്ലാ തലങ്ങളുടെ മേൽ വാക്കിന് അധികാരം Every ഉണ്ടായിരുന്നു. sinking situation was over for Peter. പത്രോസിന്റെ എല്ലാ മുക്കുന്ന ആ തലങ്ങളുടെ മീതെയുള്ള ഒരു ശക്തി No ഉണ്ടായിരുന്നു. water, no circumstances had any power to make him sink. ആ പത്രോസിന് ഒന്നിനും മുക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. He was empowered to be afloat for rest for his generations. തന്റെ ജീവിതകാലം മുഴുവനും അടുത്ത തലമുറകൾ പോലും മുങ്ങാത്ത രീതിയിൽ വെള്ളത്തിന്റെ മീതെ നടക്കാനുള്ള That ശക്തി is അവിടെ Jesus ഉണ്ടായിരുന്നു. that you have in you. നിങ്ങളുടെ അകത്തുള്ള യേശുവിന് അതേ ശക്തിയുണ്ട്. To keep you afloat, not only you but your generations. നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ തലമുറകളെ പോലും നിലനിർത്താൻ No കഴിയുന്നു. situation have the power or the authority to drown them. നിങ്ങളെ മുക്കിക്കളയാൻ ഒരു കഴിവിനും ഒരു ശക്തിക്ക് They will കഴിയില്ല. always come up. അവരെപ്പോഴും ഉയർന്നു തന്നെ നിൽക്കും. They will never give up. അവരൊരിക്കലും വിട്ടുകൊടുക്കില്ല. They will go ahead. അവർ മുൻപോട്ട് തന്നെ പോകും. RK, one in rank. മുൻപിൽ in മുൻപന്തിയിൽ rank. മുൻപന്തിയിൽ റാങ്കിൽ That is what മുൻപന്തിയിൽ. you are chosen for. അതിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ But there was തിരഞ്ഞെടുത്തിരിക്കുന്നത്. a problem. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. I happened to study that. ഞാനത് പഠിക്കാനിടയായി. I said, Lord, this was enough for his generations. ഞാൻ പറഞ്ഞു കർത്താവേ ഇത് അവരുടെ തലമുറയ്ക്ക് But ആവശ്യമായിരുന്നു. I don't know how far Peter went. എനിക്ക് അറിഞ്ഞൂടാ പത്രോസ് എത്രമാത്രം But we നടന്നു know എന്ന്. that he was going down. എന്നാൽ അവൻ മുങ്ങുന്നത് നമുക്കറിയാം. Yes, Jesus brought him up. അത് തീർച്ചയായിട്ടും യേശുവിനെ But അവിടുന്ന് I don't പൊക്കിയെടുത്തു. think he ever walked on water. അതിനുശേഷം അവൻ വെള്ളത്തിന് മീത് നടന്നത് But എനിക്കറിയില്ല. I said, Lord, ഞാൻ പറഞ്ഞു കർത്താവേ 30th of June, 30-ാം തീയതി ജൂൺ മാസം 1999, I 1999 have a word from your mouth. എനിക്ക് അങ്ങയുടെ വായിൽ നിന്ന് ഒരു വചനം I ലഭിച്ചു. will not see lack. ഞാൻ ഒന്നിനും കുറവ് ലഭിക്കുകയില്ല. All the ditches that I dig ഞാൻ കുഴിക്കുന്ന എല്ലാ കുഴികളും by faith, വിശ്വാസത്താൽ കുഴിക്കുന്ന കുഴികൾ it is the word that has come out of your mouth. അത് അങ്ങയുടെ വായിൽ നിന്ന് പുറപ്പെട്ട You will വചനമാണ്. fill it. അങ്കത നിറയ്ക്കുമെന്ന്. I have nothing to do with lack. എനിക്കിനി ഒന്നിനും കുറവുണ്ടാകില്ല. nothing to need. എനിക്കിനി ഒന്നിനും I have കുറവുണ്ടാകില്ല. never prayed for finances. ഞാൻ ഒരിക്കലും പണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. Never lacked. ഒരിക്കലും കുറവുണ്ടായിട്ടില്ല. More than enough. ആവശ്യത്തെക്കാട്ടിലും അധികം Before ഉണ്ടായിട്ടുണ്ട്. need, the supply has come. ആവശ്യം എപ്പോഴുണ്ടോ അതിനു മുമ്പ് ദൈവം നൽകി തരും. How is it for 26 years it is still working? എങ്ങനെയായിരുന്നു 26 വർഷങ്ങൾ അത് ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. Let me tell you, it is not my story. ഞാൻ പറയട്ടെ ഇത് എന്റെ കഥയല്ല. After our elder son got married, ഞങ്ങളുടെ മൂത്ത മകൻ കല്യാണം കഴിഞ്ഞതിന് he got ശേഷം to the stage, I told him to give some testimony. അദ്ദേഹം സ്റ്റേജിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാക്ഷ്യം പറയുവേൻ. He said, till I was married, I used to go to my parents and say, pray, and they should pray, and we were enjoying life. അദ്ദേഹം പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുന്നത് വരെ ഞാൻ അപ്പന്റെ അമ്മയുടെ അടുക്കൽ പോയി പറയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. The അങ്ങനെ day I got married, എന്നാൽ ഞാൻ കല്യാണം കഴിച്ചപ്പോഴോ he said, my father said, now you are head of your family. അപ്പോൾ എന്റെ അപ്പൻ പറഞ്ഞു നിങ്ങളാണ് കുടുംബനാഥൻ. You are heading a generation, നിങ്ങളൊരു തലമുറയെ നയിക്കേണ്ട ആളാണ്. chosen generation, തിരഞ്ഞെടുക്കപ്പെട്ട kings and priests. പുരോഹിതന്മാരും രാജാക്കന്മാരും ഉണ്ട്. The whole camp of priests, എല്ലാം നിങ്ങളുടെ ക്യാമ്പിൽ മുഴുവൻ പുരോഹിതന്മാരാ. his personal people.
നിങ്ങളുടെ സ്വന്തം ജനം, His very own. നിങ്ങളുടെ മാത്രമാണ്. It is your life, I said. ഇത് നിങ്ങളുടെ ജീവിതമാണ്. Go lead your life. പോയി നിന്റെ ജീവിതം Lead ജീവിച്ചാട്ടെ. your generation in all നിന്റെ righteousness. തലമുറയെ നീതിയിൽ നടത്തിയാട്ടെ. He said he would no more pray for me. അദ്ദേഹം പറഞ്ഞു, അപ്പൻ ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. He said, but എന്നാൽ when we were small, ഞങ്ങൾ ചെറുതായപ്പോൾ, from when we were in the bedroom, ഞങ്ങൾ ബെഡ്റൂമിലായിരുന്നപ്പോൾ we heard our father shouting, ഞങ്ങളുടെ പിതാവ് ഉറച്ചു പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. speaking aloud, ഉച്ചത്തിൽ പറയുന്നത്, charging the walls of a house with the word of the living God. ഞങ്ങളുടെ വീട്ടിന്റെ ഭിത്തികളെ പോലെ ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഉത്തേജിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എത്ര പേരുണ്ട് മൊബൈൽ ചാർജ് ചെയ്യുന്നവർ? How many of you charge your mobile? Charge your atmosphere with the living word. നിങ്ങളുടെ സാഹചര്യങ്ങളെ പോലെ ദൈവവചനത്താൽ ചാർജ് ചെയ്യുക. They will respond. അത് തിരിച്ച് നിങ്ങളോട് പ്രതികരിക്കും. Every wall will speak back. എല്ലാ മതിലുകളും അത് തിരിച്ച് സംസാരിക്കും. Your situation will change. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറി മറിയും. He said, my father used to shout, എന്റെ മകൻ പറഞ്ഞു, ഞങ്ങളുടെ പിതാവ്, I will not see wind nor rain, ഞാൻ കാറ്റ് കാണില്ല, മഴ കാണില്ല, no rain, but the ditches shall be full of water. എന്നാലോ കുഴികൾ വെള്ളം കൊണ്ട് നിറയും. Hallelujah. Hallelujah. My generations will not lie. എന്റെ തലമുറകൾ അവർ കള്ളം പറയില്ല, ഒന്നിനും കുറവുണ്ടാകില്ല. Our son is saying, എന്റെ we മകൻ took പറയുക, hold of that ഞങ്ങളത് ഏറ്റെടുത്തു, and we started doing the same. ഞങ്ങൾ അത് തന്നെ ചെയ്യാൻ തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. Chosen generation, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം, royal priesthood, രാജകീയ പുരോഹിതവർഗം, kingly authority, നമുക്ക് രാജകീയ priesthood, അധികാരമുണ്ട്, access to the highest place. ഏറ്റവും ഉന്നതിയിലേക്ക് പ്രവേശനമുള്ള പുരോഹിതന്മാർ. Through the blood of Jesus you have access. യേശുവിന്റെ രക്തത്താൽ നമുക്ക് പ്രവേശനമുണ്ട്. You are holy generation, നിങ്ങൾ വിശുദ്ധമായ ഒരു വംശമാണ്. priest unto him. നിങ്ങൾ കർത്താവിന്റെ പുരോഹിതന്മാരാണ്. That is a very big responsibility. അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. So I found out അതുകൊണ്ട് ഞാൻ കണ്ടെത്തി, Peter only could do few steps. പത്രോസിന് കുറച്ച് ചുവടുകൾ മാത്രമേ വെക്കാൻ Jesus said, O ye of little faith. യേശു പറഞ്ഞു, അല്ലയോ അല്പവിശ്വാസിയെ. Matthew 14 verse 29 onwards. മത്തായി 14:24 മുതൽ. But I realized Peter had great faith. ഞാൻ ചിന്തിക്കുന്നു പത്രോസിന് വലിയ വിശ്വാസം Then ഉണ്ടായിരുന്നു. I said, Lord, what are you saying? കർത്താവേ, അങ്ങ് എന്താ പറയുന്നത്? This he had a great faith. ഇദ്ദേഹത്തിന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നല്ലോ. But then he's saying, ye of little faith. എന്നാൽ കർത്താവ് പറയുക, നിനക്ക് അല്പവിശ്വാസമാണ്. I realized the Lord was teaching me something. ഞാൻ മനസ്സിലാക്കി, കർത്താവ് എന്നെ ചിലത് പഠിപ്പിക്കുകയാണ്. Yes, Peter had great faith. അതേ, പത്രോസിന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. Vertically perpendicularly to the highest point. ഏറ്റവും ഉന്നതിയിലേക്ക് പോകുന്ന Today when വിശ്വാസം. you sit here and hear the word of God, ഇന്നിവിടെ ഇരുന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ you are charged. നിങ്ങൾക്ക് വളരെ ഉത്തേജനം You തോന്നുന്നു. have great faith. നിങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. But Monday, Tuesday, Wednesday, everything was fine. എന്നാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ എല്ലാം നന്നായി പോയി. But Thursday, എന്നാൽ വ്യാഴാഴ്ച, this submarine is going down. അയ്യോ, ഇത് ഈ മുങ്ങിക്കപ്പൽ Now മുങ്ങിക്കൊണ്ടിരിക്കുന്നു. you need another dose. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഡോസ് വേണം. On Sunday, ഞായറാഴ്ച I said, Lord, ഞാൻ പറഞ്ഞു, കർത്താവേ, no. ഇല്ല. The day I got this word, എനിക്ക് ഈ വചനം ലഭിച്ച ആ ദിവസം, son, you will not see wind nor rain, but the ditches shall be full of മകനെ, നീ water. കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, അതിന്റെ That കുഴികൾ day, നിറയും വെള്ളം കൊണ്ട്. My faith ആ ദിവസം എന്റെ വിശ്വാസം hit the vertically highest point. അത് ഏറ്റവും ഉന്നതിയിലേക്ക് പോകുകയാണ്. I chose that day. ഞാൻ ആ ദിവസത്തെ I തിരഞ്ഞെടുത്തു. made a decision ഞാനൊരു തീരുമാനമെടുത്തു. to carry on with the same height of faith, എന്റെ വിശ്വാസത്തിന്റെ അതേ തലം അങ്ങനെ തന്നെ തുടരുവാൻ ഞാൻ ചിന്തിച്ചു. the same level, അതേ നിലവാരത്തിൽ horizontally, അത് മുൻപോട്ട് പോവുകയാണ്. not only till I live, ഞാൻ ജീവിക്കുന്നിടം വരെ but അല്ല, passing on to the generations. അടുത്ത തലമുറകളിലേക്ക് ഞാനത് കൈമാറുകയാണ്. Amen. ആമേൻ. The word is for our instruction, ദൈവത്തിന്റെ വചനം നമ്മുടെ for നിർദ്ദേശത്തിനുള്ളതാണ്, us to learn. നമുക്ക് പഠിക്കാനുള്ളതാണ്. There are keys in the word of God. താക്കോലുകളുണ്ട്. Experiential knowledge, അനുഭവ ജ്ഞാനത്തിൽ കൂടി പഠിക്കുകയാണ്. epikunesko. എപ്പിക്കുനിസ്കോ. That is what Paul says. Am I right, sir? I don't know. Okay. It is experiential knowledge. അത് അറിവിൽ കൂടി നമുക്ക് ലഭിക്കുകയാണ്. Experiential knowledge that you have, നിങ്ങൾക്കുള്ള അനുഭവ ജ്ഞാനം your generations will take. നിങ്ങളുടെ തലമുറകൾ അത് They സ്വീകരിക്കാനായിട്ട് will ഇടയാകും. proclaim, അവരത് പറയാനായിട്ട് ഇടയാകും. and they will walk on water. എന്നിട്ട് അവർ വെള്ളത്തിന് മീതെ There നടക്കും. are more than 8,000 promises. 8,000-ലധികം But വാഗ്ദത്തങ്ങളുണ്ട്. there are different people, they say 5,000. എന്നാൽ ചിലർ പറയും, അല്ല, 5,000 വാഗ്ദത്തങ്ങളാണ്. Even 1,000. 1000 ഉണ്ടല്ലോ. Nothing.
Ephesians 1:3. എഫേസ്യ ലേഖനം 1:3. ഒന്ന് വായിച്ചാട്ട് പ്ലീസ്, കം ഓൺ. ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ Does അനുഗ്രഹിച്ചിരിക്കുന്ന. what does sagala means in Malayalam? Can you tell me? എവറിത്തിങ്. Really? Yeah. Oh no. Oh no. What is sagala means? സകലം എന്ന് പറഞ്ഞാൽ എന്താ? What comes in ellam? എല്ലാത്തിനകത്ത് എന്തൊക്കെയുണ്ട്? Come on, respond. പറഞ്ഞാട്ടെ. What comes? Blessed be the God and Father. I don't know how to read Malayalam. Blessed be the God and Father of our Lord Jesus Christ, who has blessed us with. എവറി സ്പിരിച്വൽ. We get everything through the Spirit. നമുക്ക് ആത്മാവിൽ കൂടി സകലത ലഭിക്കുകയാണ്. Soul and spirit divided. നമ്മുടെ പ്രാണനും ആത്മാവും അത് വേർതിരിക്കപ്പെട്ടു. I agree with his word. ഞാൻ അവന്റെ വചനത്തോട് യോജിക്കും. I proclaim with my mouth. ഞാൻ എൻ്റെ വാഗൊണ്ട് ഏറ്റുപറയും. And that becomes material blessing. അതെനിക്ക് ഭൗതികമായ നന്മയെ മാറും. Every blessing. എല്ലാ അനുഗ്രഹങ്ങളും. First it changed me into him. ഒന്ന് എന്നെ അവനെ പോലെയാക്കും. His words, അവന്റെ വാക്കുകൾ, his language, അവന്റെ ഭാഷ. then everything turns around. എന്നിട്ട് എല്ലാം മാറി മറിയും. Are you getting my point? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു. I'm going to conclude right now. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Just this is an example. ഞാൻ ഒരു ഒറ്റ ഉദാഹരണം പറയാം. Blessed be the God and Father of our Lord Jesus Christ, who was blessed with every സ്പിരിച്വൽ ബ്ലെസ്സിംഗ്. in Christ. ക്രിസ്തുവിൽ കൂടി എല്ലാ ആത്മീക അനുഗ്രഹവും നമുക്ക് നൽകിയിരിക്കുന്നു. We already have everything in Christ. നമുക്ക് ക്രിസ്തുവിൽ എല്ലാം ലഭ്യമായിരിക്കുകയാണ്. But how does that activate? How does that take shape in my life? എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? When I get up in the morning and I shout out. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉച്ചത്തിൽ ആർക്കുമ്പോൾ. Maybe in the beginning you may not believe. ഒരുപക്ഷേ ഇത് ആദ്യമേ നമ്മളത് വിശ്വസിക്കില്ലായിരിക്കാം. But then it will become your reality. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമായി ഇത് മാറുമ്പോൾ That will be your fact. അത് നിങ്ങളുടെ സത്യമായി Your മാറും. generations will follow. നിങ്ങളുടെ തലമുറകൾ പോലും ഇത് കണ്ട് In the name of പിന്തുടരാനായിട്ടിടയാകും. Jesus. I told you that I asked our people in Delhi to speak this 23rd Psalm because that was the easiest 25 times. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഡൽഹിയിലുള്ള ഞങ്ങളുടെ വിശ്വാസികളോട് ഇങ്ങനെ പറഞ്ഞു 23-ാമത്തെ സങ്കീർത്തനം 25 പ്രാവശ്യം പറയണമെന്ന് പറഞ്ഞു. അത് ഏറ്റവും ലളിതമായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 1 week, 2 week, 3 1, weeks, 2, 4 3, 4 ആഴ്ചകൾ കഴിഞ്ഞു. 4 weeks. 4 ആഴ്ചകൾ കഴിഞ്ഞു. People started coming, ആളുകൾ എൻ്റെ അടുക്കൽ വരാൻ തുടങ്ങി. sharing testimony. അവരും സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട്. Pastor, my daughter was without a job. പാസ്റ്റർ, എൻ്റെ മകൾക്ക് ജോലിയില്ലായിരുന്നു. These are very, very, living on very rare means. ഇത് വളരെ ചെറിയ രീതിയിൽ വളരെ ലളിതമായി ജീവിക്കുന്ന ആളുകളുടെ കാര്യമാണ്. She said, I started speaking this psalm 130 times. പാസ്റ്റർ, ഞാനത് 130 പ്രാവശ്യമൊക്കെ സങ്കീർത്തനം പറയാൻ തുടങ്ങി. And then to 145 times. ഞാൻ 145 തവണകളായി പറഞ്ഞു. That is all what she did. അത് മാത്രമാണ് ഈ സ്ത്രീ ചെയ്തത്. Her daughter got a job for 45,000. അവളുടെ മകൾക്ക് ജോലി ലഭിച്ചു. 45,000 രൂപ ശമ്പളവും ലഭിച്ചു. Something that they cannot imagine. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യം. There is another person. മറ്റൊരു വ്യക്തി, Pastor, we are building a 4th story. പാസ്റ്റർ, ഞങ്ങൾ 4 നിലയുള്ള ഒരു കെട്ടിടം പണിയുകയാണ്. What happened? എന്ത് സംഭവിച്ചു? 23rd Psalm? 23-ാം സങ്കീർത്തനം. What can that do? അതിനെന്ത് ചെയ്യാൻ കഴിയും? Let me tell you, hundreds and hundreds, the situation started to change. ഞാൻ നിങ്ങളോട് പറയട്ടെ, നൂറുകണക്കിന് ആളുകൾ അവരുടെ ജീവിത സാഹചര്യം മാറി മറിയാൻ തുടങ്ങി. One testimony after the other. ഒരു സാക്ഷ്യത്തിന് പിന്നാലെ അടുത്ത സാക്ഷ്യം. One experience with the other. ഒരു അനുഭവത്തിന് പിന്നാലെ അടുത്ത അനുഭവം. Because as they started doing it for 1 week, 2 weeks, 1-2 ആഴ്ചകൾ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു തുടങ്ങിയപ്പോൾ the word started speaking to them. വചനം അവരോട് സംസാരിക്കാൻ തുടങ്ങി. The Lord is my shepherd. യഹോവ എൻ്റെ ഇടയനാകുന്നു. I will not lack. എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല. Lack left. അതെ, എല്ലാ ഇല്ലായ്മകളും അവരെ വിട്ടുപോയി. They lost the address. അവരുടെ അഡ്രസ് പോലും നഷ്ടപ്പെട്ടു. That word became their fact and their reality. ഈ വചനം അവരുടെ യാഥാർത്ഥ്യമായി, അവരുടെ ജീവിതത്തിൽ സംഭവ്യമായി. By the end of the month, ആ മാസം അവസാനിക്കാറായപ്പോൾ they became the 23rd Psalm. അവർ 23-ാം സങ്കീർത്തനമായി മാറി. They were speaking the language of heaven. അവർ സ്വർഗത്തിന്റെ ആ ഭാഷ സംസാരിക്കുകയാണ്. The enemy could do nothing. ശത്രുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. Then they found out more promises. അപ്പോൾ അവർ കൂടുതൽ വാഗ്ദത്തങ്ങൾ കണ്ടെത്തി. Today they are standing at their top. ഇന്ന് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതിയിൽ അവർ നിൽക്കുകയാണ്. Can you imagine? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? Can you imagine? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? Blessed in every area of their life. അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. My phone is on silent. എൻ്റെ ഫോൺ സൈലന്റിലാണ്. But I find a phone that a missed call. എന്നാൽ ഒരു മിസ് കോൾ ഞാൻ കണ്ടു. I read his name, Ashu Prashant. ഞാൻ അദ്ദേഹത്തിന്റെ പേര് വായിച്ചു, ആശു പ്രശാന്ത്. This was from
a family ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ വ്യക്തി in debt eternal, ആ കുടുംബത്തിൽ വളരെയധികം കടമാണ്, എന്നും കടം, perpetual debt. എന്നും നിത്യമായ കടം. One day I wanted to rescue. The father was not believing at that time. ആ സമയത്ത് പിതാവ് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. More than what he can earn in his own life, he had already lost. തന്റെ ജീവിതത്തിൽ തനിക്ക് നേടാൻ അധ്വാനിച്ചുണ്ടാക്കാൻ Nobody knew കഴിയുന്ന where the money was ഈ going. പൈസ എങ്ങോട്ട് പോകുന്നെന്ന് ആർക്കും അറിയില്ല. But something changed. എന്നാൽ എന്തോ ഒന്ന് സംഭവിച്ചു. Aligning with the word. വചനവുമായിട്ട് അവർ യോജിക്കാൻ തുടങ്ങി. Today this child, എന്നാൽ ഇന്ന് ഈ മകൻ he is working in an MNC. അവൻ MNCയിൽ ജോലി ചെയ്യുക. You cannot imagine what salary he draws. നിങ്ങൾക്കറിയാം, ചിന്തിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ശമ്പളം എത്ര. His wife, in his education, she is at the top. തന്റെ ഭാര്യ ഇന്ന് വിദ്യാഭ്യാസപരമായി ഏറ്റവും ഉന്നതിയിലാണ്. Their sister, in their situation, in their education, at the top. അവരുടെ സഹോദരി ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ. Remember RK. ഓർക്കണം, You're first in rank. നിങ്ങൾ In every area മുൻപന്തിയിലാണ്. of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും. You are not a tail head. നിങ്ങൾ വാലല്ല, തലയാണ്. You are not under, you are up. നിങ്ങൾ താഴെയല്ല, നിങ്ങൾ You are a ഉന്നതിയിലാണ്. chosen generation. നിങ്ങൾ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു No one ജാതിയാണ്. can overpower you. ആർക്കും നിങ്ങളെ അതിജീവിക്കാൻ You will കഴിയില്ല. not agree with anything നിങ്ങൾ മറ്റൊന്നിനോട് which യോജിക്കാനാകില്ല. is not identify with your father. നിങ്ങളുടെ പിതാവിന് ഇഷ്ടമില്ലാത്ത ഒന്നിനോട് നിങ്ങൾ യോജിക്കില്ല. There is something that is going to happen. ഇന്ന് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. You are identifying with his word. നിങ്ങൾ ദൈവത്തിന്റെ വചനവുമായിട്ടാണ് യോജിക്കാൻ പോകുന്നത്. Let me tell you something. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. Now listen to this. വളരെ ശ്രദ്ധിച്ചാലും. In the morning, രാവിലെ I saw a bunch of enemy lies leaving. ഞാൻ രാവിലെ കാണാനായിട്ടിടയായി തീർന്നത് ശത്രുവിന്റെ പല ഒരു കൂട്ടം കള്ളങ്ങൾ അത് അപ്രത്യക്ഷമാകുന്നു. But now today, എന്നാൽ ഇന്ന് ഇപ്പോൾ I saw a horde of them leaving. വലിയൊരു കൂട്ടം കള്ളങ്ങൾ നിങ്ങളെ വിട്ടുപോകുന്നത് കാണുന്നു. Just the beginning, like 15-20 minutes, 30 minutes into the meeting, ആ 15-20 മിനിറ്റുകൾ മീറ്റിംഗ് തുടങ്ങിയതിനു ശേഷം I saw them flee. ഞാൻ കണ്ടു അങ്ങനെയുള്ള കള്ളങ്ങൾ നിങ്ങളെ I വിട്ടുപോകുന്നത്. heard them speaking to each other. അവർ അന്യോന്യം പറയുന്നത് ഞാൻ കേട്ടു. Bhaiya chalo. ഭയ്യാ നമുക്ക് പോകാം. It is not going to work here. ഇവിടെ നടക്കാൻ പോകുന്നില്ല. You are free. നിങ്ങൾ സ്വതന്ത്രരാണ്. You are free. നിങ്ങൾ സ്വതന്ത്രരാണ്. You will lift up many. നിങ്ങൾ അനേകരെ You are ഉയർത്തുവാനായിട്ട് going to produce giants of faith. നിങ്ങൾ വിശ്വാസ വീരന്മാരെ എഴുന്നേൽപ്പിക്കും. You will speak and things will happen. നിങ്ങൾ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ സംഭവ്യമായി Never മാറും. again you will have a prayer request. നിങ്ങൾക്ക് ഇനി ഒരു പ്രാർത്ഥനാ വിഷയം പോലും You are ഉണ്ടാകില്ല. going to speak to your body നിങ്ങളുടെ ശരീരത്തെ നോക്കി നിങ്ങൾ പറയാൻ പോവുകയാണ്. till they listen. ഈ ശരീരം അനുസരിക്കുന്നത് വരെ. My wife, 2003, 2003 എൻ്റെ ഭാര്യയ്ക്ക് she had a seizure, തനിക്കൊരു സീഷർ ഉണ്ടായിരുന്നു. neurocystocercosis, ന്യൂറോസിസ്റ്റോസർക്കാസിസ് എന്നാണ് രോഗത്തിന്റെ പേര്. and she was having it was the first one happened 6th of April 2003. 2003 ആദ്യമായിട്ട് ഏപ്രിൽ മാസം അത് സംഭവിക്കുന്നത്. The last one happened 27th of December 2003. 2003 ഡിസംബർ മാസം ഏറ്റവും അവസാനത്തെ സീഷർ And ഉണ്ടായി. that was very bad. അത് വളരെ പ്രയാസകരമായിരുന്നു. This was being choked. തനിക്ക് ശ്വാസം കിട്ടാത്തൊരു അനുഭവം. This was twisting. തന്റെ മുഖമൊക്കെ കോടി പോകുന്നത് But പോലെ. she was saying to the last moment, എന്നാൽ ആ അവസാന നിമിഷവും താൻ പറഞ്ഞുകൊണ്ടിരുന്നു, no weapon made against the right shall prosper. എനിക്കെതിരെ ഒരായുധവും ഭരിക്കുകയില്ല. Till she had no more life in her. തന്നിൽ ശക്തി അവശേഷിക്കുന്ന അവസാന നിമിഷം വരെ. Then she collapsed. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് We വീഴാനായിട്ട് went to one of the best neurosurgeons. ഞങ്ങൾ ഏറ്റവും നല്ലൊരു ന്യൂറോ സർജന്റെ അടുക്കൽ പോയി. He assessed everything. അദ്ദേഹം എല്ലാം പരിശോധിച്ചു. And he said, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, you will have to eat this throughout your life. This നിങ്ങളുടെ medicine. ജീവിതകാലം മുഴുവനും ഈ മരുന്ന് കഴിക്കേണ്ടി വരും. This can come back anytime. ഇത് ഏത് സമയത്തും തിരികെ വരാം. She was sitting beside me. എന്നാൽ എൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. I looked at her face. ഞാൻ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. I thought, will she get up and slap the doctor? ഞാൻ വിചാരിച്ചു ഭാര്യ എഴുന്നേറ്റ് ഡോക്ടറിനെ അടിക്കുമോ എന്ന്. I saw a rage coming on her face. തന്റെ മുഖത്ത് വലിയൊരു കോപം വരുന്നത് ഞാൻ കണ്ടു. But she didn't slap. എന്നാൽ താൻ അടിച്ചില്ല. But she said, no! അവൾ പറയാനായിട്ടിടയായി തീർന്നു, ഇല്ല. Within her, അകത്ത് പറയാനായിട്ടിടയായി. that is the Lion of Judah roaring. അതാണ് ആ യഹൂദയുടെ ഗോത്രം, യഹൂദ ഗോത്രത്തിലെ സിംഹം. You align and you are one with healing. നിങ്ങൾ ആ സൗഖ്യത്തോട് യോജിക്കുകയാണ്, അതിൽ ഒന്നാവുകയാണ്. You are not one with sickness. നിങ്ങൾ രോഗത്തോട് താതാത്മ്യപ്പെടുകയല്ല. Yes, sir. അതെ.
she had a problem. ഒരു പ്രശ്നമുണ്ടായിരുന്നു. 1 year. ഒരു വർഷമുണ്ടായിരുന്നു. But then the MRI report came. എന്നാൽ പിന്നീട് MRI റിപ്പോർട്ട് വന്നു. No trace of neurosis to sarcoma. ആ രോഗത്തിന്റെ ഒരു തെളിവ് പോലും അവിടെ അവശേഷിക്കുന്നില്ല. Come on, that is your story. അത് നിങ്ങളുടെ കഥയാണ്. He has removed the sickness from the midst അവൻ of you. നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് എല്ലാ രോഗങ്ങളെയും മാറ്റിയിരിക്കുകയാണ്. യേശുവിന്റെ He അടിപ്രകാരം is the one who forgive all your iniquities. അവൻ നിങ്ങളുടെ രോഗങ്ങളെ അകൃത്യങ്ങളെ മായ്ച്ചു And കളയുന്നു. he removes, he healeth all your നിങ്ങളുടെ എല്ലാ diseases. രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. He has taken that upon you. അവൻ നിങ്ങളുടെ മേലത് He has taken from you. നിങ്ങളിൽ നിന്ന് ആ രോഗം എടുത്തു And മാറ്റിയിരിക്കുകയാണ്. he is the one who said, I am the Lord that healeth you. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറഞ്ഞവൻ അവൻ Oh, I തന്നെയാണ്. am the Lord that healeth you. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് May കർത്താവ് we പറഞ്ഞു. rise up ദയവായിട്ട് എഴുന്നേറ്റാൽ and say with me, ഇന്ന് എന്നോടൊപ്പം പറഞ്ഞാട്ടെ, I receive it in the name of Jesus. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇത് സ്വീകരിക്കുന്നു. I apply it on my life. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുന്നു. I speak the words of faith ഞാൻ വിശ്വാസത്തിന്റെ വാക്കുകൾ over സംസാരിക്കുന്നു. my life, എൻ്റെ ജീവിതത്തിന്റെ മേൽ, over my generation. എൻ്റെ തലമുറകളുടെ മേൽ, In the mighty name of Jesus Christ of യേശുവിന്റെ Nazareth, നാമത്തിൽ ഞാനിത് I പ്രഖ്യാപിക്കുന്നു. speak life. ഞാൻ ജീവൻ I സംസാരിക്കുന്നു. speak healing. ഞാൻ സൗഖ്യത്തെ പ്രഖ്യാപിക്കുന്നു. Healing in my house. എൻ്റെ വീട്ടിൽ സൗഖ്യം, Healing in my generations. എൻ്റെ തലമുറകളിൽ സൗഖ്യം, Healed by the stripes of Jesus. യേശുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം വ്യാപരിക്കട്ടെ. Purchase of blood. കർത്താവിന്റെ രക്തത്താൽ ഞാൻ Redeemed by വീണ്ടെടുക്കപ്പെട്ടവനാണ്. his blood. കർത്താവിന്റെ രക്തത്താൽ Cleansed വീണ്ടെടുക്കപ്പെട്ടവൻ. by his blood. കർത്താവിന്റെ രക്തത്താൽ I am the ശുദ്ധീകരിക്കപ്പെട്ടവൻ. righteousness of ഞാൻ God. കർത്താവിന്റെ നീതിയാണ്. I am as righteous as Jesus is. യേശു നീതിമാനായിരിക്കുന്ന പോലെ I ഞാൻ am the നീതിമാനാണ്. righteous. ഞാൻ കർത്താവിന്റെ I am നീതിയാണ്. sustained by the highest authority. കർത്താവ് ഉന്നതനായ ദൈവമാണ് എന്നെ I will not be നിലനിർത്തുന്നത്. shaken. ഞാൻ ഒരിക്കലും കുലുങ്ങി My പോവുകയില്ല. situations are changing. എന്റെ സാഹചര്യങ്ങൾ My മാറിക്കൊണ്ടിരിക്കുകയാണ്. language is changing. എന്റെ ഭാഷ മാറുകയാണ്. The language of heaven is my language. സ്വർഗത്തിന്റെ ഭാഷ എന്റെ ഭാഷയാണ്. In the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ As we pray in tongues, നമ്മൾ അന്യഭാഷകൾ പ്രാർത്ഥിക്കുമ്പോൾ we increase in power. നമ്മൾ ശക്തിയിൽ That വളരുകയാണ്. is the doorway. അതാണ് വാതിൽ. But then, എന്നാൽ as we align as one with the word of God, നാം ദൈവവചനത്തോട് യോജിച്ച് മുന്നേറുമ്പോൾ, and we proclaim it, നാം അത് പ്രഖ്യാപിക്കുമ്പോൾ, those are the stones that go against the giants. ആ മല്ലന്മാർക്കെതിരെയുള്ള കല്ലുകളാണത്. It hits right in the forehead. അത് ആ നെറ്റിയിൽ തന്നെ That is പതിക്കുവാനിടയാകും. slaying every giant. എല്ലാ മല്ലന്മാരെ നമ്മുടെ You മുൻപിലുള്ളതിനെ will hear the വീഴ്ത്തുകയാണ്. word of God നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, while you are sleeping and while you are rising up. നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ Write it down. ആ വചനങ്ങൾ എഴുതുക. Speak that word. അത് തന്നെ പറയുക. You are healed. നിങ്ങൾ സൗഖ്യമുള്ളവരായി, You will stay healed. നിങ്ങൾ സൗഖ്യത്തിൽ നിലനിൽക്കും. Sickness will run in terror from you. നിങ്ങളെ പേടിച്ച് രോഗം ഓടി No, ഒളിക്കും. my friends. ഇല്ല സുഹൃത്തുക്കളെ, No, no, no. ഇല്ല ഇല്ല ഇല്ല. You are not begging God, നിങ്ങൾ കർത്താവിനോട് യാചിക്കുകയല്ല, but you will declare. നിങ്ങൾ You പ്രഖ്യാപിക്കുകയാണ്. will decree. നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. You will decide. നിങ്ങൾ There ആഗ്രഹിക്കുകയാണ്. was a level in your life നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തലമുണ്ടായിരുന്നു. when you were saying, Lord, നിങ്ങൾ പറയുകയായിരുന്നു, കർത്താവേ tell me, Lord, എന്നോട് പറയണേ, what should I do? ഞാൻ എന്ത് ചെയ്യണം? But I am telling you something എന്നാൽ ഞാൻ different. നിങ്ങളോട് ഇന്നൊരു കാര്യം വിളിച്ചു Today the പറയുകയാണ്. Lord is asking you, ഇന്ന് ദൈവം നിങ്ങളോട് my പറയുകയാണ്, son, my daughter, എന്റെ മകനെ, എന്റെ മകളെ, what is it that you want? നിങ്ങൾക്ക് ആവശ്യമുള്ളത് You എന്താണ്? speak it, നിങ്ങളത് and it പ്രഖ്യാപിച്ചാട്ടെ. is your very own. അത് നിങ്ങളുടേതായി തീരും. Hallelujah. ഹല്ലേലൂയ. Stretch out the hands of faith. നിങ്ങളുടെ കരങ്ങൾ വിശ്വാസത്തോടെ Connect ഉയർത്തുക. with the wires of faith. ഇന്ന് ആ വിശ്വാസത്തോട് To the നിങ്ങൾ highest യോജിക്കുക. authority. ഏറ്റവും ഉന്നതനായ ദൈവത്തോട്. I am seeing possessions coming into your hand. ഞാൻ ഇന്ന് കാണുകയാണ്, നിങ്ങളുടെ പക്കലേക്ക് അവകാശങ്ങൾ വന്നു ചേരുകയാണ്. Possessions of peace in the family. സമാധാനത്തിന്റെ അവകാശങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് Possession of വരികയാണ്. joy in your spirit. ആനന്ദം നിങ്ങളുടെ ആത്മാവിൽ കടന്നു വരികയാണ്. Possession of contentment. നിങ്ങൾക്ക് തൃപ്തിയുടെ ഒരു അവകാശം ലഭിക്കുകയാണ്. Great satisfaction. വലിയ തൃപ്തി, Great increase. വലിയ വളർച്ച നിങ്ങൾക്ക് In every ലഭിക്കുകയാണ്. way. എല്ലാ തലങ്ങളിലും I am seeing fruit. I am seeing children. I am seeing posterity. ഞാൻ ഫലം കാണുകയാണ്, മക്കളെ കാണുകയാണ്, അഭിവൃദ്ധി കാണുകയാണ്. Marriages are coming. വിവാഹങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. Children are being blessed. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. With little they are promoted to the highest. ഏറ്റവും ചെറുതിൽ നിന്ന് അവരെ ഏറ്റവും ഉന്നതത്തിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്യുകയാണ്. Because of what they carry inside. അവരുടെ അകത്ത് അവർ കൊണ്ട് നടക്കുന്ന എന്താണോ അത് കാരണം.
They are heading a generation. അവരൊരു തലമുറയെ നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. Father, I just thank you. പിതാവേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. Father, I just thank you. പിതാവേ ഞാൻ അങ്ങേക്ക് നന്ദി I പറയുന്നു. bless your people. അങ്ങയുടെ ജനത്തെ ഞാൻ I അനുഗ്രഹിക്കുന്നു. bless your people. അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. Along with your servants, അങ്ങയുടെ ദാസന്റെ കൂടെ we proclaim life, ഞങ്ങൾ ജീവൻ പ്രഖ്യാപിക്കുന്നു. prosperity, കർത്താവേ നന്മ, abundance, അഭിവൃദ്ധി, fullness of peace, എല്ലാ സമാധാനത്തിന് അഭിവൃദ്ധി, fullness of joy, great contentment. വലിയ തൃപ്തി, worries are fleeing, എല്ലാ വിചാരങ്ങളും മാറുകയാണ്, anxiety has no place, എല്ലാ ഭാരങ്ങളും മാറുകയാണ്, fullness and abundance, എല്ലാ വളർച്ചയും overflowing അഭിവൃദ്ധിയും experience. Possessions are coming. കർത്താവേ അവകാശങ്ങൾ ലഭിക്കട്ടവർക്ക് Everything എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. coming and within your reach. കർത്താവേ നിന്റെ മക്കൾക്ക് അത് ലഭ്യമായി മാറട്ടെ. Some are going to find an increase ചിലർ അവർ വളർച്ച പ്രാപിക്കുകയാണ്. in less than a week. ഒരാഴ്ചയ്ക്കുള്ളിൽ അവർ അനുഭവിക്കാൻ I saw പോകുകയാണ്. 3 days from now. ഞാൻ കണ്ടത് 3 ദിവസം, ഇന്ന് You are തുടങ്ങി 3 going ദിവസം to be promoted. നിങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടാൻ Those പോകുകയാണ്. things are on your way. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. No children, no generation will be weak. നിങ്ങളുടെ തലമുറകൾ ഒരിക്കലും ബലഹീനരാവുകയില്ല. Good memory, അവർക്ക് നല്ല sharpness of mind ഓർമ്മയുണ്ടാകും, നല്ല is coming to ഷാർപ്പായിരിക്കും. you. അത് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. Receive it. അതിന്ന് സ്വീകരിച്ചാട്ടെ, Take it. അതിന്ന് You പ്രാപിച്ചാട്ടെ. are possessors of new things. നിങ്ങൾ പുതിയ കാര്യങ്ങളെ പ്രാപിക്കുന്നവരാണ്. Hallelujah. ഹല്ലേലൂയ. Father, I thank you. പിതാവേ ഞങ്ങൾ അങ്ങേക്ക് You നന്ദി watch over പറയുന്നു. your word. അങ്ങയുടെ വചനത്തെ അങ്ങ് It is കാക്കുന്നവരായി you honor the സ്തോത്രം. word of your servant. അങ്ങയുടെ വചനത്തെ അങ്ങ് It is പാലിക്കണം. you who put this word into my mouth. അങ്ങാണല്ലോ അങ്ങയുടെ വചനം എന്റെ വായിൽ തന്നത്. Stand in agreement കർത്താവേ അങ്ങ് ഒരുമിച്ച് നിൽക്കുന്നതിനായി Together. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. with the one who is first in rank here in this church. കർത്താവേ ഈ സഭയിൽ അങ്ങ് മുന്നിലാണല്ലോ. I thank you, Lord. ഞങ്ങളേക്ക് നന്ദി പറയുന്നു. Thank you for blessing each and every ഞങ്ങൾ one. ഓരോരുത്തരും അനുഗ്രഹിച്ചതിനായി Thank you for making those rivers flow out of the belly. കർത്താവേ അവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ No ഒഴുകുന്നതിനായിട്ട് evil shall സ്തോത്രം. befall them. കർത്താവേ ഒരു ബാധയും അവരെ Neither shall അടുക്കുകയില്ലല്ലോ. any harm come their way. അവർക്ക് ഒരു ദോഷവും We ഭവിക്കുകയില്ലല്ലോ. thank you. ഞങ്ങളേക്ക് നന്ദി പറയുന്നു. Nothing shall by any means harm them. കർത്താവേ ഒന്നും ഒരു രീതിയിലും അവർക്ക് ഒരു ഹാനിയും They വരുത്തുകയില്ലല്ലോ. are unstoppable. കർത്താവേ അവർ ആരെയും They are harm proof. അവരെ ആർക്കും തടയാൻ We കഴിയില്ല. thank you. ഞങ്ങളേക്ക് നന്ദി We പറയുന്നു. ask in Jesus' name. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. And everybody said, എല്ലാവരും ചേർന്ന് Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ.